വെൽക്കം ടു ഗ്രോത്ത് ടോക്സ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഗ്രോത്ത്, അല്ലേ, വെൽത്ത്. ഇന്ന് വളരെയധികം ഫാസ്റ്റായിട്ട് ഏതൊരു മനുഷ്യനും അവൻ്റെ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സ്റ്റോക്ക് ട്രേഡിംഗ്. ഇത് പലർക്കും ഇതിനെ സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട്. പക്ഷേ പേടിക്കണ്ട, എന്താണ് അതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ റിസ്ക് ഫാക്ടർ എന്താണ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, ഈസ് ഇറ്റ് ഫോർ യു ഓർ നോട്ട്. പക്ഷേ ഇത് അറിഞ്ഞില്ലെങ്കിലോ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഈസ് ഗോൺ ഫോർ എവർ ഫോർ യു, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്നതാണോ ആണെങ്കിൽ നിങ്ങൾ ലൈഫിലെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളത് യൂസ് ചെയ്യുക. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് മില്യൺ ഡോട്ട്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിംഗ്, ട്രേഡിംഗ്, സർവീസ് ആൻഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കമ്പനിയുടെ ഫൗണ്ടർ മിസ്റ്റർ കെൻസ് ആണ്. കെൻസിനോട് നമുക്ക് ചോദിക്കാം ഹൗ ഹീ ക്യാൻ ഹെൽപ്പ് ടു പുട്ട് ലൈറ്റ് ഇൻ ദിസ് സ്റ്റോക്ക് ട്രേഡിംഗ് ടു ഹെൽപ്പ് us grow. Right, let's start. Kens, welcome to Growth Talks. Yeah, thank you so much. So, first thing, Kensine ഒന്ന് നമുക്ക് പരിചയപ്പെടാം. Sure. Okay, yeah. So, ഒന്ന് പറയാവോ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹൗ യു ആർ ഇൻ ടു ദിസ് ഇൻഡസ്ട്രി? ഞാൻ ഫൗണ്ടർ ആൻഡ് CEO മില്യൺ ഡോട്ട്സിൻ്റെ. ഞാൻ ട്രേഡിംഗ് എന്ന് പറയുന്നൊരു ആശയം വളരെ ഏർലി സ്റ്റേജിൽ ഉണ്ടായിട്ടൊരാളല്ല. ഞാൻ ആക്ച്വലി ഒരു ഓൺട്രപ്രനിയർ എന്ന് പറയുന്നത് ക്വാളിറ്റി എൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ ഹവ് ബീൻ ആൻ ഓൺട്രപ്രനിയർ ഫ്രം എ വെരി ഏർലി ഏജ് ഓഫ് മൈ ലൈഫ്. ഞാൻ പറഞ്ഞ പോലെ പ്രോബ്ലി 8-9 സ്റ്റാൻഡേർഡൊക്കെ മുതൽ തന്നെ ഒന്നല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് പണം ഉണ്ടാക്കുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാളാണ്. So obviously money was always been a motivation for me because I know what money can actually get you with. എന്താണ് പണം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്നിവിടെ what is the kind of role that you have പൈസ എന്ന് പറയുന്ന ഒരു സംഭവത്തിനുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് I've been looking to find ways to create money for myself. അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുന്ന ഒരാളല്ല, പണ്ടേ വീട്ടിൽ തരാറുമില്ല. അതുകൊണ്ട് തന്നെ ഐ ഹാഡ് ടു ഡു സംതിങ് എൽസ്. അപ്പോൾ അങ്ങനെ ഒരു ഓൺട്രപ്രനേറിയൽ ക്വാളിറ്റി വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ ബിൽഡ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഐഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ആസ് ആൻ ഓൺട്രപ്രനിയർ ഓഫ് കോഴ്സ്. സോ ഹൗ യു ആർ ഇൻ ടു സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഓർ സ്റ്റോക്ക് ട്രേഡിംഗ്? സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കോളേജിൻ്റെ ഏർലി സ്റ്റേജിൽ പ്രോബ്ലി 2016 എൻ്റെ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്ന പോലെ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിംഗൊക്കെ മുമ്പേ വാരൻ ബഫറ്റിൻ്റെയും രാകേഷ് ജുൻജുൻവാളിൻ്റെയൊക്കെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവരൊക്കെ എന്താണ് ആക്ച്വലി ചെയ്യണതെന്ന് അന്വേഷിക്കുമ്പം ഓക്കെ ദേ ബീൻ ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ് എന്ന് കേൾക്കുകയും ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റോക്സ് നമുക്ക് വാങ്ങാൻ പറ്റുമല്ലേ എന്ന് മനസ്സിലാക്കുകയും ഒരുപക്ഷെ വളരെ ഏർലി സ്റ്റേജ് എന്ന് പറയുന്നില്ല, കോളേജ് ഫസ്റ്റ് ഇയറിൽ സ്റ്റോക്കുകൾ സാധാരണക്കാരന് വാങ്ങാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ മാർക്കറ്റിലേക്ക് എത്തുന്നത്. ബട്ട് ഐ വാസൻറ്റ് എ വെരി മെച്യൂർ പ്ലെയർ അറ്റ് ദാറ്റ് ടൈം. 2016 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ വെറുതെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒബ്വിയസ്ലി എന്നാൽ ഇന്ത്യൻ സ്പേസിൽ ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ടൈമാണ്. നോർത്തിലേക്കുള്ള ആളുകൾ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതും അതല്ലെങ്കിൽ US, യൂറോപ്പ് അവിടെയുള്ള ആളുകളുടെ കുറേ ചാനൽസ് എന്താ പറയുക ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ കണ്ടിട്ട് ഓക്കെ നമ്മുടെ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും അത്തരത്തിലൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. And I've never been serious about trading probably 2018 വരെ എൻ്റെ കോളേജ് എൻഡ് ചെയ്യുന്നവരെ. I was just playing around it. ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. കെൻസ്, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസിക് ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റോക്ക് ആൻഡ് ട്രേഡിംഗ് എന്താണ്? നമുക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇന്ന് ആൾക്കാർ കുറേ കാര്യങ്ങൾ കേട്ട് ഫെമിലിയറൈസ് ആയി പോകും വാക്കിനോട്. സംടൈംസ് ദേ ഡോണ്ട് തിങ്ക് what exactly that word means. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ വാരൻ ബഫറ്റിൻ്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് സ്റ്റോക്ക് എന്ന് പറയുന്ന വാക്കിനെയും ട്രേഡ് എന്ന് പറയുന്ന വാക്കിനെയും ഒന്ന് ഡിഫൈൻ ചെയ്യാം. തീർച്ചയായിട്ടും. സോ ക്യാൻ യു ഡു ദാറ്റ്? ഷുവർ. സി, എന്താണ് ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത്? ഓക്കെ, സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ചെറിയൊരു യൂണിറ്റാണ്. ഐ ഗിവ് എൻ എക്സാമ്പിൾ. ഞാനൊരു കമ്പനി തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. എൻ്റെ കമ്പനിയുടെ പേര് മില്യൺ ഡോട്ട്സ് എന്നാണ്. ഞാൻ ഈ കമ്പനി എനിക്ക് റണ്ണ് ചെയ്യണമെങ്കിൽ മേ ബി എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. ഈ പണം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് പല സ്ഥലത്തു നിന്നും എന്ത് ചെയ്യാം, ഈ പണത്തെ കളക്ട് ചെയ്യാം. എനിക്ക് ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യാം, ഇൻഡിവിജ്വൽസിൻ്റെ നിന്നും പണം വാങ്ങാം. ഇങ്ങനെ പല ആശയങ്ങളുണ്ട്. ഇത്തരത്തിലൊരു ആശയമാണ് എനിക്ക് പബ്ലിക്കിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യാമെന്നുള്ളത്. ഇറ്റ്സ് എ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. ഇങ്ങനെ എൻ്റെ കമ്പനിയുടെ എൻ്റെ കമ്പനിയുടെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. എൻ്റെ കമ്പനിയുടെ 20%, അതായത് 20 രൂപ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 20% പബ്ലിക്കിലേക്ക് കൊടുക്കുന്നു. ഈ പബ്ലിക്ക് 20 രൂപ എനിക്ക് തിരിച്ചു തരുന്നു. പബ്ലിക് എന്ന് പറയുമ്പം 20 രൂപ
50 പൈസ വെച്ച് 40 പേരായിരിക്കാം തരുന്നത്, 1 രൂപ വെച്ചിട്ട് 20 പേരായിരിക്കാം തരുന്നത്. അത് നമ്മൾ അതിൻ്റെ രീതികളനുസരിച്ചിരിക്കും. അങ്ങനെ എൻ്റെ കമ്പനിക്ക് പണം റേസ് ചെയ്യാനായി ഞാൻ പബ്ലിക്കിൽ നിന്നും പണം എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 പൈസയുടെ 40 കഷ്ണങ്ങളായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത്തരമൊരു യൂണിറ്റിൻ്റെ പേരാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ട്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കുകളെ പബ്ലിക്കിൻ്റെ ഇടയിലായതുകൊണ്ട് തന്നെ വലിയൊരു പൂളിൽ നിന്നുകൊണ്ട്, അതായത് ഒരുപാട് ആളുകൾക്കിടയിൽ നിന്നും വാങ്ങുവാനും വിൽക്കുവാനും പറ്റും. എൻ്റെ കയ്യിലുള്ള $1 മില്യൺ സ്റ്റോക്ക് സുലാൽ സാറിന് തരാനും തിരിച്ച് എനിക്ക് തരാനും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനെയാണ് ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. സ്റ്റോക്കുകളെ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ അത് സ്റ്റോക്ക് ട്രേഡിംഗ് ആവും. അത് ട്രാൻസാക്ട് ചെയ്യുന്നില്ല, ഞാൻ വാങ്ങി കുറച്ച് നാൾ അതിൽ നിൽക്കട്ടെ, കമ്പനി വളരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആയിട്ട് മാറും. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ എനിക്ക് തോന്നുന്നത് പറ്റുന്നത്. അതെ, അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ട്രേഡിംഗ് എന്താണെന്ന് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യേണ്ട മറ്റൊരു കാര്യം സ്റ്റോക്ക് ട്രേഡിങ്ങിലെ സാധ്യത. ബിക്കോസ് ഇപ്പോൾ 50 പൈസയുടെ ഒരു സ്റ്റോക്ക് എങ്ങനെ കൂടുന്നു, 1 രൂപയാവുന്നു, എങ്ങനെ ഈ 50 20 ആകുന്നു, വെറുതെ റിസ്ക്. ഓക്കെ, ഇതിനൊന്ന് ഡിഫൈൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഫണ്ടമെൻ്റലി ഇതെല്ലാം സപ്ലൈ ഡിമാൻഡാണ്. അതെ, നമുക്ക് അത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ റീസെൻ്റായിട്ട് ഞാൻ മീൻ വാങ്ങാൻ വേണ്ടി, ഞാൻ കോഴിക്കോട് എൻ്റെ വീട്ടിലേക്ക് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ട് എനിക്കൊന്ന് അയക്കൂറ വാങ്ങാൻ, അങ്ങനെ ഒരു ഫിഷ് വാങ്ങാൻ വേണ്ടി ഞാൻ പോയിട്ട് എനിക്ക് കിലോ 700 രൂപയ്ക്ക് പ്രീവിയസ് വീക്ക് വാങ്ങിയിട്ടുള്ള ആ മീനിന് ഞാൻ പിറ്റേ താഴ്ച അതേ മാർക്കറ്റിൽ അതേ കടക്കാരനിടുന്ന് വാങ്ങുന്നത് 1300 രൂപയ്ക്കാണ്. ഇതിന് കാരണം മഴ കാരണം ഒരു തോണിക്കാർ കുറച്ച് ബുദ്ധിമുട്ടാവുകയും അവർക്ക് സപ്ലൈ ഷോർട്ട്, ആൾക്കാർക്ക് അത് എത്താൻ പറ്റുന്നില്ല, അത് ബുദ്ധിമുട്ടുള്ളതായി, കിട്ടാൻ ബുദ്ധിമുട്ട്. അതായത് അവിടെ മീനുകളുടെ എണ്ണം കുറഞ്ഞു, അതുകൊണ്ട് വാങ്ങുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണെങ്കിൽ കുറച്ചധികം പണം കൊടുത്ത് വേണം ഞാൻ വാങ്ങാൻ എന്നുള്ളൊരു ആശയത്തിലേക്ക്. ഇത് ഈ ഫണ്ടമെൻ്റൽ സപ്ലൈ ഡിമാൻഡ് കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് സ്റ്റോക്കിൻ്റെയും വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഞാൻ 50 പൈസയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുകയും ഇതിന് ശേഷം നമ്മൾ പബ്ലിക്കിൽ നിന്നും നേരത്തെ കളക്ട് ചെയ്തിട്ടുള്ള 20 രൂപ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കമ്പനിയെ എനിക്ക് ഒരു പക്ഷേ ഒരു 50 രൂപ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും എൻ്റെ കമ്പനിയുടെ മൊത്തം വാല്യൂ 150 രൂപയാവുകയും ചെയ്യുമ്പോൾ ഈ 50 പൈസ 1 രൂപയാവും. അതെ, കാരണം ആളുകൾ കാണുകയാണ് ഈ കമ്പനി വളരുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ പണം കൊടുത്തിട്ടാണെങ്കിലും ആ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് പബ്ലിക്കിലുള്ള സ്റ്റോക്ക് എനിക്ക് വാങ്ങണം എന്നുള്ള ആവശ്യം തോന്നുകയാണ്. അപ്പോൾ 50 പൈസയ്ക്ക് വാങ്ങിയ ഒരാളോട് ഇപ്പുറത്തുള്ള ആൾ പറയുന്നത് ഞാൻ 60 പൈസ തരാം, നീ എനിക്കതിങ്ങ് തന്നേക്ക്, ഞാനത് വാങ്ങുന്നു, 60 പൈസയാവുന്നു. ഇത്തരത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ തിരിച്ചു അതേ ഒരു കമ്പനിക്ക് മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് വരികയാണ്, അയ്യോ കമ്പനി പൊളിയോ എന്നുള്ളൊരു ഭയം കൊണ്ട് ആൾക്കാർ 50 പൈസ കൊടുത്ത് 40 പൈസയെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി വിൽക്കുന്നു. അപ്പോൾ 40 പൈസയ്ക്ക് അത് അത്ര ഒരു കച്ചവടം നടക്കുമ്പോൾ അതിൻ്റെ വില 40 പൈസയാവുന്നു, നഷ്ടം വരുന്നു. അപ്പോൾ ഇത്തരം വില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് ആളുകൾക്ക്, അതായത് ജനറൽ പബ്ലിക്കിനുള്ള ആവശ്യവും അല്ലെങ്കിൽ പേടിയും ഒക്കെ കാരണം ഉണ്ടാവുന്ന ജനറിക് സപ്ലൈ ഡിമാൻഡ് കൊണ്ടാണ് സ്റ്റോക്കിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അതെ, ഇനി ഇവിടെയാണ് ശരിക്ക് ഒരു നോളജിൻ്റെ ആവശ്യം വരുന്നത്. ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് ദി ആക്ച്വൽ ഷെയർ റിമെയിൻ സെയിം, പക്ഷേ ഡിമാൻഡ് വരുന്നുണ്ട്. മോഹവില വരുമ്പോൾ അവിടെ ആ മോഹവിലയുടെ ആഡ് ഓൺസ് വരിക ചെയ്യുന്നത്. ഇനി എവിടെ കൂടും എവിടെ കുറയും, ഇതാണ് ഒരു എക്സ്പേർട്ടിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കാര്യം. എക്സാക്ട്ലി, ഇതാണ് ഒരു നോർമൽ ട്രേഡിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ പഠിക്കേണ്ടത്, അല്ലേ? അതാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത്, അത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ആദ്യം തന്നെ ട്രേഡിങ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ബിഹൈൻഡ് എവറിത്തിങ് ഇതിനൊരു സയൻസ് ഉണ്ട്. ഇത് നമുക്ക് സയൻറ്റിഫിക്കലി മെഷർ ചെയ്യാൻ പറ്റും. മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളെയും സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സിനെയും ഡേറ്റ ബാക്ക്ഡ് ആയിട്ട് നമുക്ക് പഠിക്കുകയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും ഒരു സർട്ടൻ മൂവ്മെൻറ്റ്. അഷ്യൂരിറ്റി ഇല്ല മാർക്കറ്റിൽ. ഞാൻ ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് വരാം. തീർച്ചയായിട്ടും. മാർക്കറ്റിൽ ഒരുപാട് ഇതേപോലെയുള്ള IPO ബിസിനസ്സസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു കൂടുക കുറയുക, അതിൻ്റെ റിസ്ക് ഫാക്ടർ സ്റ്റഡി ചെയ്യുക, ഒരു പാറ്റേൺ ഫൈൻഡ് ചെയ്യുക എന്നെല്ലാം കാര്യങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പ്രേക്ഷകൻ്റെ സൈഡിൽ നിന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരുപാട് കമ്പനികളുടെ സ്റ്റോക്ക് ഉണ്ട്, ഇതാണ് മാർജിനാണ് പ്രോഫിറ്റ് ഓർ ലോസ്, ഒരുപാട് കമ്പനികളുണ്ട്. ഇതെല്ലാം വരുന്നത് എവിടെയാണ്? ഇതിൻ്റെ ഏതെങ്കിലും ഒരു യൂണിഫൈഡ് പോയിന്റിലേക്കാണല്ലോ ഇതെല്ലാത്തിനും മെഷർമെൻറ്റ് വരുന്നതും ലിസ്റ്റ് ചെയ്യുന്നതും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും. ആ പോയിന്റ് എന്താണ്? ആ പോയിന്റിൽ എങ്ങനെയാണ് ഇതെല്ലാം ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? വേർ ഡു വി ബൈ, ഹൗ ഡു വി ബൈ? ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിലുണ്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നെ മദ്രാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്.
അപ്പോൾ ഇതിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് NSE BSE ഇതിൽ ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് യൂഷ്വലി സ്റ്റോക്കുകളെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതായത് എൻ്റെ കമ്പനി എനിക്ക് പബ്ലിക്കിൽ നിന്നും പണം കളക്ട് ചെയ്യണമെങ്കിൽ ഞാനൊരു DHRP ഫയൽ ചെയ്യുകയും SEBI അപ്രൂവൽ തരികയും അതിൻ്റെ മറ്റ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ഈ എക്സ്ചേഞ്ചിലിരിക്കുന്ന സ്റ്റോക്കുകളെ സാധാരണക്കാരന് എത്തിച്ചു കൊടുക്കുന്ന ഒരു മീഡിയമാണ് ബ്രോക്കർ. ഓക്കെ. അപ്പോൾ ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെ നമ്മളൊരു ആമസോണിൽ സാധനങ്ങൾ കാണുന്ന പോലെ കാണുകയും അതിൽ നിന്നും സാധനം വാങ്ങുന്ന അതേ ലാഘവത്തോടു കൂടി സാധാരണക്കാരന് ക്ലിക്ക് ചെയ്ത് വാങ്ങാനും പറ്റും. അപ്പം ഇതിനെ കണക്ട് ചെയ്യുന്ന റൂട്ട് അതായിരിക്കും എക്സ്ചേഞ്ചും ബ്രോക്കറിലൂടെ സാധാരണക്കാരിലേക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സ്റ്റോക്ക് ഈസ് എ ഫിക്സഡ് ക്വാണ്ടിറ്റി. റൈറ്റ്. ആ ക്വാണ്ടിറ്റി വേണം നമ്മൾ ഷെയർ ചെയ്യുന്നത്, ബയേഴ്സ് ഷെയർ ചെയ്യുന്നത്. ആസ് യു സെഡ് 20% ഓഫ് ദാറ്റ് കമ്പനി മേ ബി. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്പനി, ഇപ്പോൾ ലൈക്ക് ആമസോണിൽ പറയുന്ന പോലെ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഇത്ര, ആ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഇത്ര. അപ്പോൾ അതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് പർച്ചേസിനും സെയിൽസിനും അവൈലബിൾ ആയിട്ടുള്ളത്. നൗ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കമ്പനികളെല്ലാം യൂണിഫൈഡ് പാറ്റേണിലാണോ, അല്ലെങ്കിൽ അതിന് വേറെ ഇപ്പോൾ ലൈക്ക് ആമസോണിൻ്റെ എക്സാമ്പിൾ പറയുകയാണ് കാറ്റഗറീസ്. ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനീസ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ മേ ബി ഒരു ബിഗ് കമ്പനി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് അങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ഉണ്ടോ, അങ്ങനെ വല്ല കാറ്റഗറൈസേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും രണ്ട് രീതിയിൽ IPOs തന്നെ രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട്. ഒന്ന് മെയിൻ ബോർഡ് IPO, മറ്റൊന്ന് SME IPO. SME IPO എന്ന് പറഞ്ഞാൽ സ്മോൾ മീഡിയം എൻ്റർപ്രൈസിൽ വരുന്ന IPOs ആണ്. അത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതായത് കമ്പനിയുടെ മൂല്യം കുറവുള്ള കമ്പനികൾ, ചെറിയ കമ്പനികൾക്ക് ഇത്തരത്തിൽ IPO പോകാം. അതിന് SME IPO എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നുള്ളത് മെയിൻ ബോർഡ് IPO ആണ്. മെയിൻ ബോർഡ് IPO എന്ന് പറഞ്ഞാൽ വലിയ കമ്പനികൾ, നമ്മളിപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ, ഓല, അല്ലെങ്കിൽ റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, TVS, അപ്പോൾ ഇത്തരം കമ്പനികളൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മെയിൻ ബോർഡിലാണ്. ഇനി SME IPOs എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പറ്റും. റീസെൻ്റ് ആയിട്ട് നമ്മളൊരു യമഹ ഷോറൂം ശൃംഖല IPO പോവുകയുണ്ടായി. 9 ഷോറൂമേ അവർക്കുള്ളൂ. അപ്പം അതൊരു SME IPO ആണ്. അപ്പം അത്തരത്തിൽ SME IPOs നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടും നമുക്ക് എന്തുണ്ട്, ഇതിന് കാറ്റഗറൈസേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിഫ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികളെ ഗ്രൂപ്പ് ചെയ്തിട്ട് പറയുന്ന ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി. നിഫ്റ്റി IT ഉണ്ട്, നിഫ്റ്റി ബാങ്ക് ഉണ്ട്, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഉണ്ട്. അപ്പം അതായത് ഓരോ കാറ്റഗറി സ്പേസിലും ഈ കമ്പനികളെ നമുക്ക് കാണാം. അതായത് മൊത്തമായിട്ട് ഇന്ത്യയിലെ ടോപ്പ് 100 കമ്പനീസ് ഉണ്ട്, ടോപ്പ് 50 കമ്പനീസ്, ടോപ്പ് 500 കമ്പനീസ്, IT-യിലെ ഏറ്റവും നല്ല കമ്പനികൾ, ഫൈനാൻഷ്യൽ സർവീസസിലെ കമ്പനികൾ, ഇനി ഓട്ടോമോട്ടീവ് സെക്ടറിലെ കമ്പനികൾ, ഇലക്ട്രിക് വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്പേസിലുള്ള കമ്പനികൾ, അങ്ങനെ ഓരോ കാറ്റഗറൈസേഷനായിട്ടും ഇതിലുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ടു നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീജിയറിനെ എളുപ്പമാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഉണ്ടായിട്ടുള്ള കാറ്റഗറൈസേഷനാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയറുകളും അത് ഓരോന്നും ഓരോ വ്യത്യസ്ത വിലയിലായിരിക്കാം, വ്യത്യസ്ത നമ്പറുകളിലായിരിക്കാം. അതൊക്കെ ഇതിൻ്റെ പ്രൊസീജിയറിൽ വരുന്ന നിശ്ചയിക്കപ്പെടുന്ന ഡിമാൻഡ് സപ്ലൈ കാരണം തന്നെ ഉണ്ടാകുന്ന വില വ്യത്യാസങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും ഒരു ലേമൻ ലാംഗ്വേജിൽ തോട്ട് പ്രോസസ്സിൽ വരുന്നത് ഏറ്റവും നല്ലത് വാങ്ങുക എന്നുള്ള ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ബിസിനസ്സുകളുടെ ടോപ്പ് കമ്പനീസിൽ നിന്ന് വാങ്ങുക എന്നാണല്ലോ ബൈ ഡിഫോൾട്ട് തീർച്ചയായിട്ടും കൺസെപ്റ്റ്. അപ്പോൾ അവിടെ തന്നെയാണ് മറ്റുള്ള കമ്പനികളുടെ റിസ്ക് ഫാക്ടറും കിടക്കുന്നത്. കാരണം എല്ലാവരുടെയും പ്രിഫറൻസ് അതാണ്. അപ്പോൾ മറ്റുള്ളതിലേക്ക് പ്രിഫറൻസ് പോകുന്നില്ല, ഈവൻ അറ്റൻഷൻ പോലും പോകുന്നില്ല. അങ്ങനെ ഒരു സിനാരിയോയിൽ ഒരു സാധാരണക്കാരൻ ചിന്തിക്കേണ്ട തോട്ട് പാറ്റേൺ എന്താണ്? വെരി ഗുഡ്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പോലെ പറയാം. നമ്മളൊരു ഫ്രണ്ട് ഇപ്പം കൊച്ചിയിൽ വരികയാണ്. അപ്പോൾ നമുക്ക് ആ കൊച്ചിയിൽ ആ ആളെയും കൊണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം. പക്ഷെ ആളെ നമ്മൾ എപ്പോഴും സേഫായിട്ട് വെക്കട്ടെ, വളരെ ശ്രദ്ധയോടുകൂടി നന്നായി ട്രീറ്റ് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കില്ല. ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിലേക്ക് നമ്മൾ മേ ബി പാരഗണിലേക്ക് പോയിരിക്കാം, അവിടെ നിന്ന് ബിരിയാണി തന്നെ വാങ്ങുമായിരിക്കാം. നമുക്കറിയാം അതിലൊരു ക്വാളിറ്റി ഡിഫറൻസ് വരാനില്ല, വലിയ പ്രശ്നമില്ല, ആൾ ഹാപ്പി ആയിരിക്കും, നമുക്കറിയാം. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കില്ല നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും വരുമ്പോൾ നമുക്കത് പുതിയതൊന്ന് ടെസ്റ്റ് ചെയ്താലോ, മേ ബി പാരഗണിലെ ബിരിയാണിയേക്കാൾ വലുതെന്തെങ്കിലും കിട്ടിയാലോ, ചിലപ്പോൾ ആകെ വെറുതെ ആയിപ്പോവും. പക്ഷെ നമുക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ദ സെയിം തിങ് ഹാപ്പൻസ് വിത്ത് സ്റ്റോക്സ് ഹിയർ. നമുക്കധികം റിസ്ക് എടുക്കാതെ ഞാനൊരു 1,00,000 രൂപ മാർക്കറ്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതെനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ എന്നാണെങ്കിൽ ഞാൻ ഏറ്റവും ടോപ്പ് കമ്പനീസ് ആയിട്ടുള്ള റിലയൻസ്, ടാറ്റ എന്നൊക്കെ പറയുന്ന പേരുകളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതൊരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ എന്ത് വരില്ല, വില വ്യത്യാസങ്ങൾ വരാനില്ല അതിൽ. കാരണം ദേ ആർ വെരി സോളിഡ്, റോക്ക് സോളിഡ് കമ്പനീസ്. ഇനി അതല്ല, എനിക്ക് കുറച്ച് റിസ്ക് എടുത്താലും കുറച്ച് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം എന്നുള്ളതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ വി പ്രോബ്ലി ഗോ വിത്ത്
വെരി സ്മോളർ കമ്പനീസ്. കാരണം അതിൽ ലാഭം വരികയാണെങ്കിൽ വലിയ ലാഭം വന്നേക്കാം, പോവുകയാണെങ്കിൽ മൊത്തം പോയേക്കാം. അതെ, അത്തരം ഒരു സാഹചര്യം ഇതിലുണ്ട്. അപ്പം കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് അപ്പോൺ വാട്ട് ഇസ് ദി ഇൻറ്റൻഷൻ ഓഫ് യു പുട്ടിങ് ഇൻ ദി മണി ടു ദ മാർക്കറ്റ്. അപ്പോൾ ഞാൻ അടുത്തൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഷുവർ. ഈ വരുന്ന കമ്പനികളിൽ ആസ് ദ സ്റ്റോക്ക് ഈസ് വെരി ലിമിറ്റഡ് ടു നമ്പേഴ്സ്, വിൽക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമല്ലേ ഒരാൾക്ക് വാങ്ങാൻ പറ്റൂ. തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വിൽക്കണ്ടേ, എന്നാലേ പുതിയ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റൂ. അപ്പോൾ വാങ്ങാൻ നിൽക്കുന്നവൻ പോകുന്ന സമയത്ത് അവിടെ എടുത്തു വെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ? ഞാനിപ്പോൾ വാങ്ങാൻ പോകുന്ന സമയത്ത് എനിക്ക് റിലയൻസിൻ്റെ ഷെയർ മേടിക്കണം. അപ്പോൾ അവിടെ ഷെയർ അവൈലബിൾ ആണോ അല്ലയോ എന്ന് അപ് ടു മൈ ലക്ക്, അങ്ങനെയാണോ? തീർച്ചയായിട്ടും. അത് ഏത് തരത്തിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളീ പറഞ്ഞ വലിയ കമ്പനീസിൻ്റെ കേസാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ നമ്പർ ഓഫ് ആളുകൾ ഇതിൽ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആളുകളായാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഒരുപാട് പണം ഇതിൽ കയറുന്ന ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ലിക്വിഡിറ്റി ഉള്ളവയായിരിക്കും അത്. അതായത് എനിക്കൊരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എനിക്കത് കിട്ടും. കാരണം അത്രയും ആളുകൾ വിൽക്കാനും വാങ്ങാനുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ ലെവൽ 2 ഡേറ്റ എന്ന് പറയും. ലെവൽ 2 ഡേറ്റ എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും ഡേറ്റ ഉണ്ടാവും. നമുക്ക് ഈ ബ്രോക്കറിൽ അവൈലബിൾ ആയിരിക്കും. ചില ബ്രോക്കേഴ്സ് കൊടുക്കാറുണ്ട് അത്. നമുക്ക് കാണാൻ പറ്റും ഇന്ന വിലയിൽ എന്തോരം ആളുകൾ വാങ്ങാനും നിൽക്കുന്നുണ്ട്, ഈ വിലയിൽ എന്തോരം ആളുകൾ വിൽക്കാൻ നിൽക്കുന്നുണ്ട്, കിട്ടിയ വിലയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ എത്ര പേരുണ്ട്, അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും അത്. അതുകൊണ്ട് അവിടെ ഒരു ലിക്വിഡിറ്റി ഇഷ്യൂ ഇല്ല. പക്ഷേ എല്ലാ സ്റ്റോക്കുകളുടെയും അതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസ്കിയർ ആയിട്ടുള്ള, അധികം ആരും കേട്ടിട്ടില്ലാത്ത വില കുറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് വാങ്ങാൻ എനിക്ക് പറ്റിക്കൊള്ളുന്നില്ല. 3-4 ദിവസം കഴിഞ്ഞിട്ടേക്ക് ഒരു വിൽക്കാൻ ഒരാൾ ഉണ്ടാവുകയുള്ളൂ, ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ട്, ഇതുമുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് സാമാന്യം നല്ല ലിക്വിഡിറ്റി ഉള്ളൊരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ടോപ്പ് 100, 200, 500 കമ്പനീസിൽ നമുക്ക് ഇത്തരം ഒരു ലിക്വിഡിറ്റി ഇഷ്യൂ ഒരിക്കലും വരില്ല. പക്ഷേ ചെറിയ കമ്പനീസിൽ തീർച്ചയായും ഇപ്പോഴും ലിക്വിഡിറ്റി ഇഷ്യൂസ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് അത് വാങ്ങുന്ന പ്രോസസ്സിലേക്ക് പോകാം. വാങ്ങുക വിൽക്കുകയാണല്ലോ ബേസിക്കലി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രേഡിങ്ങിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ മേ ബി ഒരു 10 lakhs ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ ഷുഡ് ഐ ഗോ വിത്ത് ദ സർവീസ് ഓർ ഷുഡ് ഐ ഗോ വിത്ത് ലേണിംഗ് മൈസെൽഫ് ആൻഡ് ഡൂയിങ് ഇറ്റ് മൈസെൽഫ്? that completely come down to what are you going to do with it. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എനിക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മളിത് പഠിച്ച് ചെയ്യണം. അതാര് ചെയ്തു തന്നാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. നമ്മൾ അതിലിങ്ങനെ ഇടയിൽ കയറിയിട്ട് വീണ്ടും അത് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് നിൽക്കും. മേ ബി പറഞ്ഞ പോലെ ഒരു 10 ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇനി ഇൻവെസ്റ്റ് ചെയ്ത് അതിന് നല്ല വരുമാനം വന്നിട്ടും വേറൊരാൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിലൊരു സമാധാനം ഉണ്ടാവില്ല. നമുക്ക് പഠിക്കണം. ഇനി അതല്ല, നിങ്ങളുടെ ആവശ്യം ഈ 10 ലക്ഷം രൂപയിൽ നിന്നും വളരെ എഫിഷ്യൻ്റായിട്ട് ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യുക എന്ന് മാത്രമാണ്. അത് ട്രേഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്ന് പറയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും യു ഹാവ് ടു ഗോ വിത്ത് സർവീസ്. നമുക്കിവിടെ സെബി രജിസ്റ്റേർഡ് സർവീസസ് അവൈലബിൾ ആണ്. അത്തരം സർവീസസിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഐ വുഡ് സേ ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി. നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിച്ച് ചെയ്യേണ്ടി വരും. കാരണം എല്ലാത്തിനും പുറമെ നമ്മൾക്കൊരു ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്. ഐ ഹവ് സീൻ പീപ്പിൾ ട്രേഡിങ് പഠിക്കാനുള്ള എന്തോ ആഗ്രഹമാണ് ഇവർക്ക്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മേ ബി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന രസകരമായ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അത്തരം ഒരു ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ പണം കിട്ടിയാൽ മാത്രം പോരാ, അവർക്കത് ചെയ്യാൻ പഠിക്കുക കൂടി വേണ്ടി വരും. അതായത് അതിൻ്റെ സയൻസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇൻ ഈതർ കേസസ്, 2 കേസിലും സയൻസ് അറിഞ്ഞിരിക്കണം. ബട്ട് നിങ്ങളുടെ ടൈം കൊടുത്തിട്ട് സ്വയം ട്രേഡ് ചെയ്യണോ അതോ അപ്പുറത്ത് കുറച്ച് സർവീസ് ചാർജ് കൊടുത്തിട്ട് അവിടെ ഒരാളെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഒറ്റൊരു ഇൻപുട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് പഠിക്കേണ്ടത് വളരെ ഫണ്ടമെൻ്റലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരുപാട് വിഷയങ്ങൾ ഒന്നും തന്നെ സ്കൂളുകളിലോ കോളേജുകളുടെ സിലബസിൽ എത്തിയിട്ടില്ലല്ലോ. അത് എത്താൻ തന്നെ ഒരുപാട് സമയം എടുക്കും നമുക്കറിയാം. കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു വളരെ ഡൈവേഴ്സ് നേഷനാണ്. അപ്പോൾ ഇത്തരം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ നിന്ന് അങ്ങനെ ഒരു സാധനം ഒരു സിസ്റ്റമായി വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം ഒരു ഇൻഫർമേഷൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെന്നും അതിൽ റൈറ്റായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും ഏറ്റവും വേസ്റ്റ് ഡിസിഷനുകൾ എടുക്കാതെ എങ്ങനെ നിൽക്കാമെന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ആ നോളജ് ഫണ്ടമെൻ്റലാണ്. പിന്നീട് അത് പേഴ്സ്യൂ ചെയ്ത് അതിൻ്റെ ഡീപ്പർ ലെവലിലേക്ക് പോകണോ വേണ്ടേ എന്നുള്ളത് ഒരു പക്ഷേ ചോയ്സാണ്. അതെ, നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിനെ പറ്റി പോലെ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽ യൂസ് അറിയുക എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ കാര്യം, നിർബന്ധമായോ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ കോഡിങ് ചെയ്ത് ആപ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലെയറിലേക്ക് നമ്മൾ പോകണോ വേണ്ടേ എന്നുള്ളത് ഒരാളുടെ ചോയ്സാണ്. ഇത്തരത്തിൽ തന്നെയായിരിക്കും ട്രേഡിങ്ങിനെയും നോക്കി കാണേണ്ടത്. വൈഫിൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയാറുണ്ട്, നീ ജോലിക്ക് പോകുന്നത്
കാശിന് വേണ്ടിയിട്ടാണെങ്കിൽ നാളെ തന്നെ ജോലി നിർത്തിക്കോ, അത് ഞാൻ തരാം. പക്ഷേ നീ ജോലിക്ക് പോകുന്നത് ആ ജോലിയും ആ ഒരു അറ്റ്മോസ്ഫിയറും ഫ്രണ്ട്സും ഒക്കെ ആ ഒരു സുഖമാണെങ്കിൽ കണ്ടിന്യൂ ദാറ്റ്. എക്സാക്ട്ലി. അപ്പോൾ ഫണ്ടമെൻ്റൽ നോളജ് ഇതിനെക്കുറിച്ച് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഐ അഗ്രി വിത്ത് ഇറ്റ്. പക്ഷേ അതിനുശേഷം അത് വേണോ വേണ്ടയോ എന്നുള്ളത് അവൻ്റെ ചോയ്സാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. നൗ കമ്മിങ് ടു മേക്കിംഗ് മണി. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് മേക്കിംഗ് മണി, ഇൻവെസ്റ്റിംഗ്. ഓക്കെ, ഇവിടെ സർവീസ് ചൂസ് ചെയ്യണോ? കാരണം ഞാൻ പല ആൾക്കാരും കാണുന്നത് ട്രേഡിങ് പഠിക്കണം, ചെയ്യണം. അപ്പോൾ എക്സിസ്റ്റിംഗ് ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോഴാണ് ഇവർ പഠിക്കുന്നതും ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സും ഇതിൻ്റെ കൺഫ്യൂഷനും എല്ലാം കൂടെ ചേർന്നിട്ട് റോങ് ഡിസിഷൻസ് ചിലപ്പോൾ എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിനേക്കാളും വളരെ എളുപ്പം കുറച്ചും കൂടെ സേഫായിട്ട് എക്സ്പേർട്സിന് സർവീസ് കൊടുക്കുന്നതാണ്. സോ എനിക്ക് ഇവിടെ കിട്ടേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മേ ബി ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ഒരാൾ അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്യാൻ സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ, ഫണ്ടമെൻ്റൽസ് പഠിച്ചേ പറ്റൂ, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് ഷുഡ് ഹി ഗോ വിത്ത് സർവീസ് ഓർ ഡൂയിങ് ഇറ്റ് ഹിംസെൽഫ്? ഫസ്റ്റ് തിങ്, ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ജോലി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫുൾ ടൈം ട്രേഡിങ്ങിന് പോകരുത്. വിച്ച് ഈസ് എ വെരി ബാഡ് ഡെസിഷൻ. നിങ്ങൾക്ക് രണ്ടും ഇല്ലാതെയാവും. ട്രേഡ് ചെയ്യാനും പറ്റില്ല, ജോലിയും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് കണ്ടീഷനിൽ നിങ്ങൾ എത്തിക്കും. ഐ എം മേക്കിംഗ് ഇറ്റ് വെരി ക്ലിയർ. ജോലി ചെയ്യുന്നൊരു വ്യക്തിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് 2 സേഫർ ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, സമാധാനപരമായി അറിയുന്ന ഒരു അനലിസ്റ്റിന്, അല്ലെങ്കിൽ ഇത് പഠിച്ച് ഇതിനെപ്പറ്റി അറിയുന്ന കാലങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു അനലിസ്റ്റിന്, അത് നമുക്ക് സെബി അതിനൊരു നല്ല ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്, രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആയിരിക്കണം ചെയ്യേണ്ടത്. അത്തരം ഒരു അനലിസ്റ്റിന് പണം കൊടുക്കുകയും അയാൾ ഇൻവെസ്റ്റ്മെൻറ്റുകളിലൂടെയോ അൽഗോരിതമിക് ട്രേഡിങ്ങിലൂടെയോ, കാരണം യൂഷ്വലി അൽഗോരിതം ട്രേഡിംഗ്സ് ആയിരിക്കും യൂസ് ചെയ്യുക, വലിയ ഫണ്ടുകൾ ഉണ്ടാവുമല്ലോ, ട്രേഡിങ്ങിലൂടെയോ അയാൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻകം അതിൽ നിന്നും ജനറേറ്റ് ചെയ്യാം. ഒരു ഡീസൻറ്റ് ഇൻകം വരാം. അത് ആ ഫണ്ട് മാനേജറുടെ ക്വാളിറ്റിയും പ്രീവിയസ് റെക്കോർഡ്സും അനുസരിച്ചിരിക്കും. അയാളുടെ റെക്കോർഡ്സ് കറക്റ്റ് ആണെങ്കിൽ വെരി ഗുഡ് ആയി ഹി ക്യാൻ ക്രിയേറ്റ് ആൻ ഇൻകം. അപ്പോൾ നമ്മൾ $1 million ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന സർവീസസും അത്തരത്തിൽ തന്നെയാണ്. ഒന്നെങ്കിൽ അങ്ങനെ ഒരു ഇൻകം ജനറേഷനിലേക്ക് മൂവ് ചെയ്യാം. രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത്, ഹി ക്യാൻ ഓട്ടോമേറ്റ് ദ പ്രോസസ്. അയാൾക്ക് പഠിക്കാം എന്താണ്, കാരണം കുറച്ചും കൂടി ഇൻവോൾവ് ആവണം, പക്ഷെ എന്നാൽ ജോലിയോ മറ്റു കാര്യങ്ങളെയോ ബാധിക്കാൻ പാടില്ല, രണ്ടിനെ നടുക്ക്. അത്തരത്തിലൊരു ആശയത്തിലുള്ള ഒരാളാണെങ്കിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഓട്ടോമേഷൻ ടൂൾസ്. അത്തരം ഓട്ടോമേഷൻ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കാരണം അയാൾക്കത് പഠിക്കാം, അതിനെപ്പറ്റി ഡീപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, എന്നാൽ ജോലിയോ മറ്റു കാര്യങ്ങളോ ബാധിക്കാത്ത തരത്തിൽ ഇതിൻ്റെ സമയത്തെ, കാരണം മാർക്കറ്റ് 9:15 മുതൽ 3:30 വരെയാണ് നമ്മുടെ ജോലിയുടെ സമയത്താണ് മാർക്കറ്റ്. ആ സമയത്ത് ഈ ബൈ സെൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട പണി നമ്മൾ ഓട്ടോമേഷനെയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയോ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് അവർ നോക്കിക്കോളും. ഈ സംഭവം നമുക്ക് ചെയ്യാനും പറ്റും. ദെൻ യു ക്യാൻ ആക്ച്വലി ഡെവലപ്പ് മോർ സ്ട്രാറ്റജീസ്. നമുക്ക് നമ്മുടെ കാര്യങ്ങളെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം, നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ കിട്ടും. സോ ഇഫ് യു നീഡ് എ കൺട്രോൾ ഓവർ യുവർ ഫണ്ട്സ്, നമുക്കൊരു പക്ഷേ പഠിച്ചുകൊണ്ട് ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അതല്ല, ലെറ്റ് സംബഡി ഹു ഹാവ് ദി എക്സ്പെർട്ടീസ് മാനേജ് എന്ന് പറയുന്ന ഒരു ആശയത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതായത് ശരിക്ക് നമുക്ക് നമ്മളുടെ ഒരു വെർച്വൽ എംപ്ലോയിനെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം ഫോർ ദി ട്രേഡിംഗ്. തീർച്ചയായിട്ടും. സോ നമുക്ക് ടൈം സേവ് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സർവീസ് ചാർജും സേവ് ചെയ്യാം, ടൈമും സേവ് ചെയ്യാം. തീർച്ചയായിട്ടും. അതാണ് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഫുൾ ടൈമറായിട്ട് നിൽക്കാം, ഓട്ടോമേറ്റ് ചെയ്യാം, ഒരു കൈൻഡ് ഓഫ് തിങ്, ഓർ യു ക്യാൻ ഡെലിഗേറ്റ്. എക്സാക്ട്ലി. ഓക്കെ, നൗ ലെറ്റ്സ് കം ടു ദ ലേണിംഗ് പാർട്ട്. എന്തൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? $1 million ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കമ്പനിയായിട്ട് ഇനീഷ്യലി സെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മളൊരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവിൽ നോക്കിയാണ്, ട്രേഡിങ്ങിന് അറൗണ്ട് മാത്രമുള്ള എഡ്യൂക്കേഷൻ അല്ല, ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു BFSI അക്രഡിറ്റഡ് കമ്പനിയാണ്. നമുക്ക് ഒരു ഡിപ്ലോമ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നുണ്ട്, സീസണൽ വർക്കൗട്ട്സ്. അതായത് സ്റ്റുഡൻസിൻ്റെ +2 ഡിഗ്രി കഴിയുന്ന സമയത്ത് അവർക്ക് ഫൈനാൻഷ്യൽ മേഖലകളിലേക്ക് ജോലി നോക്കണമെങ്കിൽ ഇത്തരം ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. BFSI അക്രഡിറ്റ് ആയതുകൊണ്ട്. അതെ, ആയതുകൊണ്ട് അപ്പോൾ BFSI സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. പ്ലസ് നമ്മളൊരു സെബി രജിസ്റ്റേർഡ് ആശയം ആയതുകൊണ്ടും അതിൻ്റേതായ വാല്യൂ വേറെ ഉണ്ടാവും. ഇതൊരു ഡിപ്ലോമ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. ഇത്തരത്തിലൊരു കോഴ്സ് നമ്മൾ പ്രോഗ്രാം റൺ ആണ്. ഡ്യൂറേഷൻ ഇത് ഒരു 6 month പ്രോഗ്രാമാണ്. 3 month എഡ്യൂക്കേഷനും 3 month ഇന്റേൺഷിപ്പും ആണ് അത് മൂവ് ചെയ്യുന്നത്. അതൊരു അഷ്വേർഡ് ഇന്റേൺഷിപ്പ് ഓഫർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് എൻറോൾമെന്റ്? ഇറ്റ് ഈസ് ക്ലോസ് ടു 53,500 സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്. നമ്മൾ ലാസ്റ്റ് ഇൻടേക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ഇൻടേക്ക് വരുന്നത് നെക്സ്റ്റ് ഇയറിലാണ് വരുന്നത്. ഇയർലി ആണ് അത് ബാച്ച് വരുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. പിന്നെയുള്ള നമുക്ക് പ്രോഗ്രാംസ് നമുക്കൊരു ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഉണ്ട്. അത് നമ്മൾ UAE യൂണിറ്റ്, നമുക്ക് UAE ഇതിനൊരു യൂണിറ്റ് ഉണ്ട്, $1 million യൂണിറ്റ്. അപ്പോൾ നമ്മളൊരു KHDA സർട്ടിഫൈഡ് ഫോറക്സ് ട്രേഡിംഗ് പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അതായത് UAE ബ്രോക്കിംഗ് ഫേം, ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ഫേം, അത്തരം ഫേമുകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്കോ, ഇനി അതല്ല ഫോറക്സ് ട്രേഡിങ്ങിനെ പഠിച്ച് സ്വന്തമായി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കോ ഒരു സർട്ടിഫൈഡ് ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതുപോലെ നമ്മൾ ഇവിടെ ട്രേഡ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡിംഗ് പഠിക്കുകയും എന്നാൽ അതിനെ ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ട്രേഡ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ഇത്രയും കോഴ്സുകളാണ് മൾട്ടിപ്പിൾ കോഴ്സസ് ആയിട്ട് റൺ ചെയ്യുന്നത്. പിന്നെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒരു പേഴ്സണൽ ഫൈനാൻസ് പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നതൊക്കെ ഷോർട്ട് ടേം കോഴ്സസ് ആയിട്ട് നമ്മൾ അതും റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫോറക്സിലേക്ക് വരാം. എന്താണ് ഫോറക്സ് ട്രേഡിംഗ്? നമ്മൾ അത് സംസാരിച്ചില്ല. തീർച്ചയായിട്ടും അതെ. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് കറൻസി ട്രേഡിംഗ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഫോറക്സ് പെയേഴ്സിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിറംസ് മാറ്റുന്നതായിരിക്കും. കാരണം നമ്മൾ മലയാളികളുടെ വലിയൊരു ശതമാനം ആൾക്കാർ UAE ജോലി ചെയ്യുന്ന, ദുബായിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ UAE ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അവിടുത്തെ കറൻസി നാട്ടിലേക്ക് അയക്കുമ്പോൾ അവർക്കുണ്ടാകും, ആർക്കറിയാം, സാധാരണഗതിയിൽ 22 രൂപ കൊടുത്താൽ 21 രൂപ ആയിരുന്നു ഒരു ദിറംസ് വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് 23 24 കൊടുത്താലാണ് ഒരു ദിറംസ് മേ ബി കിട്ടുന്നുണ്ടാവുക. ഇവിടെ ഒരു വില വ്യത്യാസം നമ്മൾ കണ്ടില്ലേ? എൻ്റെ പോക്കറ്റിൽ കഴിഞ്ഞൊരു കൊല്ലം മുമ്പ് ഒരു ദിറംസ് കുടുങ്ങി കിടന്നിരുന്നെങ്കിൽ ഇന്ന് ഞാനത് ഇപ്പോഴാണ് വിൽക്കുന്നതെങ്കിൽ എനിക്ക് അന്നത്തേക്കാൾ കൂടുതൽ വാല്യൂ കിട്ടൂലേ? ഈ ഒരു മാർജിൻ കളക്ട് ചെയ്യാനായിട്ട് ഈ കറൻസി പെയേഴ്സിനെ ട്രേഡ് ചെയ്യുന്നവയാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു OTC ഓവർ ദി കൗണ്ടർ മാർക്കറ്റാണ്. ഓരോ രാജ്യത്തിന് ഓരോ സെഷൻസ് ഉണ്ട്. 24/5 24 മണിക്കൂറും റൺ ചെയ്യുന്ന മാർക്കറ്റാണ് ഈ മാർക്കറ്റിൽ. എങ്ങനെ? മൺഡേ ടു ഫ്രൈഡേ റൺ ചെയ്യുന്ന മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ നമുക്ക് ഏത് കറൻസിയും ട്രേഡ് ചെയ്യാം. ഒരുപാട് കറൻസി പ്രൈസ് USD INR പെയേഴ്സ് ഉണ്ട്. അതായത് ഇന്ത്യൻ മണിയുമായിട്ട് നമുക്ക് ഇന്ത്യയിൽ ലീഗലായി ചെയ്യാൻ പറ്റുന്നത് INR-ഉമായിട്ടുള്ള പെയേഴ്സ് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് UAE നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ മേജർ പെയേഴ്സ് ട്രേഡ് ചെയ്യാം. ടെക്നിക്കലി ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കറൻസിയെ വെച്ചുകൊണ്ട് മറ്റ് കറൻസി ട്രേഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ വില വ്യത്യാസങ്ങളെ ക്യാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സപ്ലൈ ഡിമാൻഡ്, ഇത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും എക്കണോമിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കറൻസിയുടെ മൂല്യം കുതിക്കുകയും ഇടുകയും ചെയ്യുമല്ലോ. ആ വില വ്യത്യാസങ്ങളെ ട്രേഡ് ചെയ്യുകയാണ് ഫണ്ടമെന്റലി. അപ്പോൾ നിങ്ങൾ ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഫസ്റ്റ് കോഴ്സ് പറഞ്ഞത് ഒരാളുടെ വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്ന ബേസിക് കൺസെപ്റ്റ്, ഒരു ഡിപ്ലോമ ഇൻ വെൽത്ത് മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് ഫൗണ്ടേഷണൽ കോഴ്സാണത്. ബേസിക് ഫൗണ്ടേഷണൽ കോഴ്സ് അല്ല, പക്ഷെ ഒരു ഫൈനാൻസ് മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ട ഫണ്ടമെന്റൽസ് കവർ ചെയ്യുന്നു. പിന്നെ ഫോറക്സ് ട്രേഡിംഗ്. തേർഡ്, വി ആർ കമ്മിങ് ടു ഓട്ടോമേറ്റിംഗ് ദ ട്രേഡിംഗ് പ്രോസസ്. ഓക്കെ, സോ ഓട്ടോമേഷൻ വിത്ത് ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാൾ ഒരു ഏരിയയിൽ എക്സ്പെർട്ടീസ് എടുത്തു, അയാൾ അത് വർക്ക് ചെയ്യുന്നു, അത് റിപ്പീറ്റേറ്റീവ് ടാസ്ക് ആണ്. ദാറ്റ് ഈസ് വെർ ആക്ച്വലി ഓട്ടോമേഷൻ കംസ് ഇൻ ടു പിക്ചർ. നൗ ഒരാൾ എടുക്കുന്ന ആ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ് AI. എക്സാക്ട്ലി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് വിത്ത് റിപ്പീറ്റേറ്റീവ് ടാസ്ക്, ദാറ്റ് ഈസ് AI പ്ലസ് ഓട്ടോമേഷൻ. എക്സാക്ട്ലി. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ആസ് സച്ച് AI ഹാസ് ഗോട്ട് ദി നോളജ്, ഓട്ടോമേഷൻ ഹാസ് ഗോട്ട് ദി ആക്ടിവിറ്റി കൺട്രോൾ. എക്സാക്ട്ലി. സ്റ്റിൽ ആ AI വിത്ത് ഓട്ടോമേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് അടിസ്ഥാനമായി വേണ്ട നോളജ് എന്താണ്, അറ്റ് വാട്ട് പോയിന്റ് ഹി ക്യാൻ ഓട്ടോമേറ്റ്, ബിക്കോസ് ഫ്രം ദി ഡേ വൺ ഓട്ടോമേഷൻ ഈസ് നോട്ട് റെക്കമെൻഡഡ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ട്രേഡ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് 2 സെറ്റാണുള്ളത്, 2 ഘടകമാണുള്ളത്. ഒന്ന് ട്രേഡാണ്, ഒന്ന് ഓട്ടോമേഷനാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ട്രേഡിങ്ങിനെ പറ്റി ഫണ്ടമെൻ്റൽ നോളജ് ഇല്ലെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് വി ഡോണ്ട് നോ എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് ഇസ് ഓബ്വിയസ്ലി എഡ്യൂക്കേഷൻ അബൌട്ട് ട്രേഡിംഗ്. എന്താണ് ട്രേഡിംഗ്, എന്താണ് സ്റ്റോക്ക്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, ഇതൊക്കെ എന്താണ് സംഭവം, ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങാം എന്നുള്ള കാര്യങ്ങൾ മുതൽ വളരെ കോർ ലെവൽ എഡ്യൂക്കേഷൻ, എന്താ പറയുക, മൊഡ്യൂൾസ് വരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ടോട്ടൽ ട്രേഡിംഗ് പ്രോഗ്രാം ഇതിലുണ്ട്. ഓക്കെ. അപ്പം ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിക്ക് അയാൾക്ക് സ്വന്തമായി സ്ട്രാറ്റജി ഉണ്ടാക്കാനും ഒരു ലോജിക് ബ്രെയിനിലുണ്ടെങ്കിൽ ഓക്കെ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് ചിന്ത വരികയാണെങ്കിൽ ആ ചിന്തയെ ഒരു സ്ട്രാറ്റജിയാക്കി എങ്ങനെ മാറ്റണം എന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം ഒരു പ്രോഗ്രാമിലൂടെ എത്തിക്കാൻ പറ്റും. ഇതൊരു നല്ല കാര്യമാണ്. നമുക്ക് ഏതൊരാൾക്കും ആ പോയിന്റ് വരെ എത്താൻ പറ്റുമെന്ന് വിചാരിക്കാം. പക്ഷേ ഈ പോയിന്റിൽ നിന്നും അങ്ങോട്ടുള്ള എക്സിക്യൂഷനാണ് ട്രേഡിങ്ങിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. ഇനി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഞാൻ നന്നായി പഠിച്ചു, സ്ട്രാറ്റജീസ് പഠിച്ചു. ഒന്നെങ്കിൽ ഇപ്പം ഞാൻ $1 million എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്നാണ് പഠിച്ചതെന്ന് വിചാരിക്കുക. $1 million എന്ന സ്ഥാപനം എനിക്ക് പഠിപ്പിച്ചു തന്നാൽ 10 സ്ട്രാറ്റജി ഞാൻ പഠിച്ചു. അതിലോടൊപ്പം ഒരുമിച്ച് എനിക്ക് എൻ്റെ ലോജിക് ഉപയോഗിച്ച് ഞാനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി, അതും ഞാൻ പഠിച്ചു.
ഇതൊക്കെ ഞാൻ ഈ മാർക്കറ്റിൽ ട്രൈ ചെയ്യണം, ഇതിലെന്തൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ വർക്കാവും ഞാൻ അറിയണം. എല്ലാ സ്ട്രാറ്റജിയും എല്ലാവർക്കും വർക്കായിക്കൊള്ളുന്നില്ല, ഓരോ സമയത്ത് വർക്കായിക്കൊള്ളുന്നില്ല. ഞാനിത് ട്രൈ ചെയ്യണമെങ്കിൽ പണം വേണം. ഒരു 500 രൂപയെങ്കിലും ഇട്ടിട്ടായിരിക്കുമല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ എത്ര 500 രൂപകൾ നമുക്ക് നഷ്ടമാവും. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്ത് പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ ലിറ്റിൽ പ്രോസസ്സ്. ഇവിടെ നമുക്ക് AI-യും ഓട്ടോമേഷനും കൊണ്ടുവരികയാണെങ്കിൽ ഈ സമയത്തെ ഈ ലേണിംഗ് കേർവിനെ വലിയ രീതിയിൽ കുറയ്ക്കാൻ പറ്റും. തീരെ ഇല്ലാതാക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല, കുറയ്ക്കാൻ പറ്റും. പിന്നെ മറ്റൊരു സംഭവമാണ് ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, സ്പെഷ്യലി ബിഗിനേഴ്സിന്, ഇമോഷണൽ പ്രോബ്ലംസ്. ഞാൻ ട്രേഡ് ചെയ്യും, എനിക്കൊരു 100 രൂപ ലാഭം കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ പഠിച്ചു, ഞാനിപ്പോൾ എന്ത് ചെയ്തോ അതാണ് കറക്റ്റ് മാർക്കറ്റിൽ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല, മണ്ടത്തരങ്ങൾ ചെയ്താലും മാർക്കറ്റിൽ നിന്ന് ചിലപ്പോൾ പൈസ കിട്ടും. അപ്പം നമ്മൾ വിചാരിക്കും ഇതാണ് ചെയ്യേണ്ടതെന്ന്. നാളെ ഇതേ കാര്യം ചെയ്യും, 100 വന്ന സ്ഥലത്ത് 500 പോവും, സങ്കടം വരും, ഡിപ്രസ്ഡ് ആവും, ദേഷ്യം വരും, വീണ്ടും ട്രേഡ് എടുക്കും, 500 1000 നഷ്ടം വരും. ഇങ്ങനെ ലക്ഷക്കണക്കിന് പൈസ വരെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി ഇമോഷണൽ പ്രശ്നമാണ്. നമുക്ക് ഗ്രീഡ്, ഫിയർ, ഇത് ബേസിക് ഇമോഷൻസ് ആണ്. ഇത് രണ്ടും ആർക്കില്ല, എഐക്കും ഓട്ടോമേഷനും ഇല്ല. സോ യു ഹാവ് എ സ്ട്രാറ്റജി, നിങ്ങൾക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതിന് ശേഷം നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾക്ക് ആ ലോജിക്ക് കിട്ടുന്നു. ലോജിക്ക് കിട്ടുന്നു, അതായത് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ശ്രമിച്ചു നോക്കാനുള്ള നോളജ് നമുക്ക് കിട്ടിയാൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നമുക്ക് AI എന്ന് പറയുന്നൊരു സ്പേസ് ഉണ്ട്. ഏറ്റവും ബേസിക്, ഏറ്റവും ഫണ്ടമെൻ്റലി എല്ലാവരും ഉപയോഗിക്കുന്ന ChatGPT എന്ന് പറയുന്നൊരു എന്താ പറയുക ജനറേറ്റീവ് ചാറ്റ് ടൂൾ മാത്രം മതി നമുക്കൊരു ലോജിക്കിനെ സ്ട്രാറ്റജിക്കായിട്ട് മൂവ് ചെയ്യാൻ. വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ലോജിക്കിനെ സ്ട്രാറ്റജി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം AI ഉപയോഗിച്ചുകൊണ്ട്. AI നമുക്ക് ഡെവലപ്പ് ചെയ്ത്, നമ്മൾ ലോജിക്കിൽ നിന്നും AI ഡെവലപ്പ് ചെയ്തിരുന്ന സ്ട്രാറ്റജി. കാരണം ജനറലായിട്ടൊരു സ്ട്രാറ്റജി ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്നത് ഒരിക്കലും ഫങ്ഷണലി ബ്യൂട്ടിഫുൾ ആയിക്കൊള്ളുന്നില്ല. നമ്മുടെ ലോജിക്ക് മാൻഡേറ്ററി ആണ്. ആ ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയെ പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റ് ചെയ്യാനോ ബാക്ക് ടെസ്റ്റ് ചെയ്യാനും നമുക്ക് ഓട്ടോമേഷൻ ടൂൾസ് ഉണ്ട്. ആൽഗോഡെസ്ക് ഒക്കെ പോലുള്ള ഒരുപാട് ഓട്ടോമേഷൻ ടൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രാറ്റജി കണ്ടെത്തുന്നു. ഈ സ്ട്രാറ്റജി കണ്ടെത്തി ജനറലി ആളുകൾ എന്താണ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ തന്നെ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് ചാർട്ട് അങ്ങ് ഓപ്പൺ ചെയ്യും. ചാർട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ സ്ട്രാറ്റജിയുടെ കണ്ടീഷൻസ് നോക്കിയിട്ട് ഇങ്ങനെ ചാർട്ടിലൂടെ കണ്ണോടിച്ച് പോകും, ലൈൻസ് വരയ്ക്കും, അവിടെ മാർക്ക് ചെയ്യും, എഴുതി വെക്കും, ഇങ്ങനെ പോവും. ഒരു കൊല്ലത്തെ ഡേറ്റ ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് മേ ബി ഒരു 3 ആഴ്ച, ഒരു മാസം എടുത്തേക്കും. യു ക്യാൻ ഡു ഇറ്റ് ഇൻ പ്രിറ്റി മച്ച് 5-6 seconds. നമുക്ക് ഓട്ടോമേഷൻ ടൂൾസ് ഉണ്ട്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള നമ്മുടെ തലയിലൊരു ലോജിക് ഉണ്ട്. ആ ലോജിക്ക് ഉപയോഗിച്ച് നമ്മളൊരു സ്ട്രാറ്റജിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ആ ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജി പ്രീവിയസ് 2 വർഷമായിട്ട് എന്ത് റിസൾട്ടാണ് തന്നത് എന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഡേറ്റ പറഞ്ഞു തരുന്നു. കെൻസെ, നീ കണ്ടുപിടിച്ച സ്ട്രാറ്റജി കഴിഞ്ഞ 2 വർഷമായിട്ട് ലക്ഷക്കണക്കിന് നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാണെങ്കിൽ ഞാൻ ഈ സ്ട്രാറ്റജിയായിട്ട് പോകണ്ടല്ലോ, എനിക്ക് അടുത്ത പരിപാടി നോക്കാമല്ലോ. ഞാൻ അടുത്ത സ്ട്രാറ്റജിയെ കണ്ടെത്തുന്നു. അപ്പം പറയുന്നു ഈ സ്ട്രാറ്റജി കഴിഞ്ഞ 2 വർഷമായിട്ട് 10-15% വർഷം തരുന്നുണ്ട് കേട്ടോ, വേണമെങ്കിൽ ട്രൈ ചെയ്തു എന്ന്. എനിക്ക് എന്ത് പറയുന്നു? ഓട്ടോമേഷൻ പറയുന്നു, അല്ലെങ്കിൽ AI പറയുന്നു ഐ ക്യാൻ ആക്ച്വലി ഗോ വിത്ത് ഇറ്റ്. എനിക്ക് 10-15% മതിയെങ്കിൽ ഞാൻ ഓക്കെ ആ സ്ട്രാറ്റജിയെ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. എൻ്റേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അതിനെ ബെസ്റ്റായിട്ട് മോഡിഫൈ ചെയ്യുന്നു. ഇത് സ്ട്രാറ്റജി കണ്ടെത്തി കഴിഞ്ഞാൽ ജനറലി പിന്നെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഏറ്റവും ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ 10 മണിയാകുമ്പോൾ ഒരു റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിനെ വാങ്ങുക എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കും. ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം 10 മണി എന്ന് പറയുന്ന സമയമാവുന്നവരെ ഞാൻ ഇങ്ങനെ സിസ്റ്റം ഓപ്പൺ ചെയ്ത് കാത്തിരിക്കും, റിലയൻസ് ഇങ്ങനെ നോക്കിയിരിക്കും. 10 മണിയാകുമ്പോൾ ക്ലിക്ക് ചെയ്യും, ബൈ ഞെക്കി. 1 മണിക്കാണ് എക്സിറ്റ് ചെയ്യണം, 1 മണി വരെ ചാർട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും, 1 മണിക്ക് ഞാനത് സെല്ല് നോക്കി. ഇതാണൊരു ട്രേഡായിട്ട് വരുന്നതെങ്കിൽ ഈ പണി നമ്മൾ എടുക്കേണ്ട കാര്യം ഇനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് പീപ്പിൾ ആർ മെയ്ഡ് ടു ഫങ്ഷനലി തിങ്ക് ആൻഡ് ബിൽഡ് തിങ്സ്. കാരണം ചിന്തിച്ച് നല്ല കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട സമയത്തെ സിസ്റ്റത്തിന് മുമ്പിൽ നോക്കിയിരുന്ന് ബട്ടൺ ഞെക്കാൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. യു ഹാവ് ഓട്ടോമേഷൻ ടൂൾസ് ഹിയർ. ആൽഗോഡെസ്ക് ഇസ് വാട്ട് വി യൂസ്. ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോം. ആൽഗോഡെസ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം ഓർഡേഴ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാം. നമ്മളതായത് ഇവിടെ കണ്ടുപിടിച്ച സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫീഡ് ചെയ്യാം. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ കൊടുത്തിട്ടുള്ള സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ടാർഗറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസസിൽ വളരെ ക്ലിയർ ആയിട്ട് ആ സ്ട്രാറ്റജി നടന്നോളൂ. ടു ബീൻ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ട്രേഡിങ്ങിനെ പഠിക്കുകയും സ്വന്തമായി സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുകയും അത് ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്യാം. ഫോണ് ഓഫാണെങ്കിൽ പോലും ട്രേഡ്സ് വിൽ റൺ. ഒരു വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ദിസ് ഇസ് നോട്ട് ആക്ച്വലി ഗോയിങ് ടു ബോദർ ഹിം. എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീപ്പറായിട്ട് അറിയുകയും വേണം എന്നുള്ള ഒരാളാണെങ്കിൽ ദിസ് ക്യാൻ ബി എ ഗുഡ് ഓപ്ഷൻ. യെസ്. നൗ കമ്മിങ് ടു ദാറ്റ്, ഇവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടർ നമ്മൾ ഇമോഷൻസിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ്. പൊതുവേ ഞങ്ങൾ ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യു ബിൽഡ് ഇറ്റ്, ഓട്ടോമേറ്റ് ആൻഡ് ഗെറ്റ് ഔട്ട്.
എക്സാക്ട്ലി. കാരണം ഒരു സംരംഭകൻ്റെ പണിയെന്ന് പറയുന്നത് എക്സ്പ്ലോർ ചെയ്യുക, പഠിക്കുക. തീർച്ചയായിട്ടും. നമ്മൾ ലോജിക്കിനെ കുറിച്ച് പറഞ്ഞു. നൗ ആൾക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കുക ഈ ലോജിക്ക് എവിടെ നിന്ന് വരുന്നുള്ളതാണ്. അപ്പോൾ ഈ ലോജിക്ക് എന്ന് പറയുന്നത് വാട്ട് യുവർ ബ്രെയിൻ അണ്ടർസ്റ്റാൻഡ്, ഹൗ യുവർ ബ്രെയിൻ റീഡ് തിങ്സ്, ഇൻറ്റ്യൂഷൻസ് വിത്ത് ഡാറ്റ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ഇതെല്ലാം ചേരുന്നതാണ് ഈ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോജിക്കിലേക്ക് ഇൻപുട്സ് കിട്ടിയാൽ മാത്രമേ അവിടെ ഇവല്യൂഷൻ ഉള്ളൂ. അപ്പോൾ ഒരു സംരംഭകൻ ആക്ച്വലി വർക്ക് ചെയ്യേണ്ടത് അവിടെയാണ്. ഹൗ ലോങ് ഹിസ് ബിസിനസ് വിൽ എക്സിസ്റ്റ്, എന്ന് അത് പൂട്ടേണ്ടി വരും. എന്നാൽ ആ പൂട്ടുന്നതിന് പകരം വേറെ എന്ത് ചെയ്യണമെന്ന് കണ്ടെത്തലാണ് അവൻ്റെ പണി. തീർച്ചയായിട്ടും. അല്ലാതെ ഡെയിലി ഓപ്പറേഷൻസിൽ ടീമിൻ്റെ പിന്നാലെ നടന്ന് ഇമോഷണലി അപ്പ് ആൻഡ് ഡൗൺ ആകുന്നതല്ല. ദാറ്റ് ഈസ് വെയർ ദ ഓട്ടോമേഷൻ കംസ് ഇൻ ടു പിക്ചർ. ആസ് യു മെൻഷൻഡ് ഹിയർ, ട്രേഡിങ്ങിലും അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും. നൗ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പോൾ ഒരാൾ വന്നു, എന്ത് ഡ്യൂറേഷൻ എടുക്കും ഈ ഒരു നല്ലൊരു ലോജിക് ബിൽഡിംഗ് ലേണിംഗ് ടൈം? ജനറലി ഒരു വ്യക്തികളുടെ, നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ഒരു വ്യക്തികളുടെ ഐക്യുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രോങ്ലി ഡിപ്പെൻഡൻ്റ് ആണ്. ഈ പ്രോഗ്രാം എനിക്കൊന്ന് 3 month പ്രോഗ്രാമാണ്. ഈ 3 മാസ പ്രോഗ്രാമിൽ ഇതിൻ്റെ ഉള്ളിൽ ജനറലി ലോജിക്കൊക്കെ കണ്ടക്ട് ചെയ്ത് നല്ല സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്ത് നമ്മൾ തന്നെ ഹയർ ചെയ്യുന്ന നല്ല കുട്ടികളുണ്ട്. ഇനി അതല്ല 6-7-8 മാസമായിട്ടും ഇതെന്താണ് എന്നുള്ളത് വ്യക്തത കിട്ടാതെ നിൽക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ ഇത് 2 സാധ്യതകളാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്നെങ്കിൽ നമ്മൾ കോറായിട്ട് വർക്ക് പുട്ടിങ് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മുടെ IQ ഹൈ ആയിരിക്കണം. കുറച്ച് വർക്കൗട്ട് ചെയ്താലും പെട്ടെന്ന് നമുക്ക് കിട്ടും. അത് ജനറലി നമ്മളിങ്ങനെ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഓഡ് ഫീലാണ്. പക്ഷേ ടു ബി വെരി ട്രാൻസ്പെറൻറ്റ്, നമ്മൾ IQ മാറ്റേഴ്സ്. അപ്പോൾ നമുക്ക് IQ വേണ്ടി നമ്മൾ ഓവർ വർക്ക് ചെയ്യണം, ഔട്ട് വർക്ക് ചെയ്യണം. ഏതർ യു ഔട്ട് വർക്ക് ആൻഡ് ക്രിയേറ്റ് ആൻഡ് ദിസ് തിങ്. അത് എക്സ്ട്രാ ഒരു 3 മാസം, ഒരാൾ 6 മാസം കൊണ്ട് എടുക്കുന്ന പണി നിങ്ങൾക്ക് 1 മാസം കൊണ്ട് എടുക്കാൻ പറ്റിയാൽ ഓഡ്സ് ഓഫ് വിന്നിങ് ഫോർ യൂസ് ഹൈ. ഇനി അതല്ലെങ്കിൽ യു മൈറ്റ് ഹാവ് ടു ബി ബ്ലസ്ഡ് വിത്ത് ബെറ്റർ IQ. ഇനി വരുന്നൊരു പ്രശ്നം എന്താ പറയുക, ഇപ്പോൾ കാര്യം ഏതാണ്ട് കുറച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഒരാളെ ആക്ഷൻ എടുക്കാൻ നിൽക്കുന്നതിൻ്റെ കാര്യം പേടിയാണ് ഇൻഫിനിറ്റിയുടെ മേലെ. അതായത് കൈവച്ചാൽ പോയിക്കൊണ്ടേയിരിക്കുകയോ അല്ലെങ്കിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എത്ര കിട്ടും. അപ്പോൾ നമുക്ക് ആ ഇൻഫിനിറ്റി ഫാക്ടറിനെ നമുക്കൊരു കാൽക്കുലേറ്റഡ് റിസ്കിലേക്ക് കൊണ്ടുവരാം. ഒരാൾക്ക് ട്രേഡിങ് പഠിക്കണം, ട്രേഡിങ് ചെയ്ത് നോക്കണം. അതായത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അതിൻ്റെ ഒരു പ്രശ്നം വേണ്ട, ലെറ്റ്സ് ഡൂ ദാറ്റ്. ഓക്കെ, സക്സസ് ആവില്ല എന്നുള്ള സെക്കൻഡറി തിങ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ വാട്ട് ഷുഡ് ബി ദാറ്റ് എമൗണ്ട് ഇൻ ഹിസ് മൈൻഡ് ഫോർ ലേണിംഗ്, ഫോർ ട്രൈങ് ഇറ്റ് ഔട്ട്. സോ കാൽക്കുലേറ്റഡ് റിസ്ക് അവൻ അത്രേ വരാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്കൊരു എമൗണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല എന്ന് നമ്മൾ അഷുറൻസ് കൊടുക്കുകയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദാറ്റ് എമൗണ്ട്? ആക്ച്വലി ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ് വി ബിൽഡ്. എങ്കിൽ പോലും പഠിക്കാനായിട്ട് നമ്മൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് പോകും. നമുക്ക് 500 രൂപ ഇട്ടിട്ടും തുടങ്ങാം, 5000 രൂപ ഇട്ടിട്ടും തുടങ്ങാം, 50,000 ഇട്ടിട്ടും തുടങ്ങാം. അത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലത്, പക്ഷേ അതെ, അതെന്തായാലും പോകും. പഠിക്കാൻ സമയത്ത് നമ്മൾ എന്താണോ നമ്മൾ പുട്ടിങ് ചെയ്യുന്നത്. സോ ഐ റിയലി ആസ്ക് മൈ പീപ്പിൾ ടു സ്റ്റാർട്ട് വിത്ത് 500, 1,500, നോട്ട് മോർ ദാൻ ദാറ്റ്. നിങ്ങൾക്ക് പോയാൽ പ്രശ്നമില്ലാത്ത ഒരു നേരം ഔട്ടിങ്ങിന് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നൊക്കെ പൈസ ഉണ്ടല്ലോ, അത്തരം പൈസ മാത്രം ഇട്ടുകൊണ്ട് ഇത് ചെയ്യാം. അത് പോയി കഴിഞ്ഞാൽ നമ്മളത് ബാധിക്കില്ല, നമുക്ക് പഠിക്കുകയും ചെയ്യാം, വിച്ച് ഇസ് എ ഗുഡ് ഇൻപുട്ട്. നമുക്ക് പഠിക്കാനായിട്ട് അത്തരം ഒരു ഇൻകം, ഒരു ചെറിയ എമൗണ്ട് ആവശ്യമുണ്ടാവും. അതിനുശേഷം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജിയുടെ കോർ എന്തോരം ലോസ് വരരുത് എന്നുള്ളത് നമ്മളായിരിക്കും ഡിസൈഡ് ചെയ്യുക. പക്ഷെ എങ്കിലും ജനറലി ഞാൻ പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ ലോസിങ് മോർ ദാൻ പ്രോബബ്ലി 5% ഓഫ് യുവർ ക്യാപിറ്റൽ എ മന്ത്, ഒരു മാസം നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 5% കൂടുതൽ നിങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ടെങ്കിൽ, ഒരു മൊത്തം മാസത്തിൻ്റെയാണ്, ഒരു ദിവസം ചിലപ്പം വരാം കുറയാം അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം അതൊരു ഇറ്റ് കംസ് ആൻഡ് ഗോസ്. അതാണ് ഈ ഒരു എൻറ്റയർ ട്രേഡിംഗ് ഫ്രെയിം വർക്കിൻ്റെ ഒരു ഇത്. ഒരു മാസത്തിൽ 5% കൂടുതലൊക്കെ ലോസ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ 10% കൂടുതൽ, ഏറ്റവും ഹയർ എക്സ്റ്റെൻറ്റ് പറയാൻ 10% കൂടുതൽ ലോസ് വരുന്നുണ്ടെങ്കിൽ, പിന്നെ യു ഷുഡ് നോട്ട് ബി ഡൂയിങ് ഇറ്റ്. ആ സ്ട്രാറ്റജിയോ ആ മെത്തേഡോ എന്തായാലും പിന്നെ ഫോളോ ചെയ്യരുത്. ഐ വാണ്ട് ടു ക്വാണ്ടിഫൈ ദിസ്. ഫോർ എക്സാമ്പിൾ, നൗ ഇഫ് ഐ ഇൻവെസ്റ്റ് 1 lakh for learning, as such your average course price is 50,000. Okay, അപ്പോൾ 50,000 രൂപ പഠിക്കാനും 50,000 രൂപ ട്രേഡിങ്ങിനും ഞാൻ മാറ്റിവെച്ചു. ഓക്കെ, ഈസ് ദാറ്റ് ഇനഫ്? പ്രോബ്ലി ടു സ്റ്റാർട്ട് ഔട്ട്, യെസ് ഓഫ് കോഴ്സ്, നമുക്കത് മതി. ഒരു 50,000 രൂപ ലെറ്റസ് നമ്മുടെ ട്രേഡ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം വിച്ച് ഇസ് കോസ്റ്റിംഗ് സംവർ ക്ലോസ് ടു 40,000 rupees. ഒരു 40,000 രൂപ പഠിക്കാൻ നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കും, 50,000 രൂപ ഇതിന് ആവശ്യം ഉണ്ടായിരിക്കും. അത് 1,00,000 രൂപ എൻറ്റയർലി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് പഠിക്കുകയും ടെസ്റ്റ് ഔട്ട് ചെയ്യുകയും മാർക്കറ്റിലേക്ക് വരികയും തീർച്ചയായിട്ടും ചെയ്യാം. അതായത് എനിക്ക് ഒരു എംപ്ലോയറെ ഡിപ്പെൻഡ് ചെയ്യാതെ എൻ്റെ ലൈഫിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ പഠിക്കുകയും എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ ദ ഓൺലി എമൗണ്ട് ഐ നീഡ് ടു കാൽക്കുലേറ്റ് ഫോർ ദാറ്റ് ഈസ് 1 lakh rupees.
ഓക്കെ, സോ ഐഡിയലി ദാറ്റ് ഷുഡ് ബി വാട്ട് വി റെക്കമെൻഡിങ് പീപ്പിൾ അല്ലേ? തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. മേ ബി അതിൽ കുറഞ്ഞ എമൗണ്ട് കൊണ്ട് തുടങ്ങാം, 10,000 രൂപ വെച്ച് തുടങ്ങാം. പക്ഷേ എങ്കിലും ട്രൈ ചെയ്ത് നോക്കണ്ടേ? അതെ, കാരണം നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ IQ, ലോജിക്, സ്ട്രാറ്റജി അത് ചെയ്യുമ്പോൾ മേ ബി ഫസ്റ്റ് സ്റ്റേജിൽ എല്ലാവരും ഈക്വലി ലോസ് ആണെന്നുണ്ടെങ്കിലും ഒരു 5th സ്റ്റേജ് എത്തുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അവർക്ക് അറിയില്ല, അവർ ചെയ്യുമ്പോഴേ അവരും അത് റിയലൈസ് ചെയ്യത്തുള്ളൂ, ഐ ഹാവ് ദിസ് കൈൻഡ് ഓഫ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ വി ഷുഡ് റെക്കമെൻഡ് 1 lakh. യു സ്പെയർ 1 lakh in your life and try this option. If this works, life ban gaya, nahi to leave it. അല്ലേ? ആ ഒരു ഓക്കെ. നൗ വാട്ട് ഷുഡ് ബി, ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ഒരാൾ 1 lakh സ്പെയർ ചെയ്യാൻ തയ്യാറാണ്. ഹി വാണ്ട് ടു ട്രൈ ദിസ് ഓപ്ഷൻ ഇൻ ഹിസ് ലൈഫ്. വാട്ട് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇയാളെ സംബന്ധിച്ച്, ഒരാളെ സംബന്ധിച്ച് ട്രേഡിംഗ് എന്ന് പറയുന്നൊരു സ്കില്ല് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് മാസം 1000 രൂപയെങ്കിലും, വിച്ച് മൈറ്റ് ബി വെരി ലോ ഫോർ എനിബഡി ടു ബി സീയിങ് ഇറ്റ്, 1000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയാൽ എനിക്ക് ഇത് അടുത്ത മാസവും ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, വിത്ത് ഓട്ടോമേഷൻ ഒബ്വിയസ്ലി വി ക്യാൻ, ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡേറ്റ. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ഫോർ എ മന്ത്, യു പ്രോബ്ലി ക്യാൻ ആക്ച്വലി ഡു ഇറ്റ് ഫോർ അനദർ ഒരു സർട്ടൻ 2 years. അതും നമുക്ക് സിഗ്നൽ വരും, അതായത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവും. സിഗ്നൽ എന്ന് വെച്ചാൽ അത് പറഞ്ഞിരുന്നല്ല പറയുന്നത്, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവും. ഓക്കെ, ദിസ് മൈറ്റ് വർക്ക് ഫോർ നെക്സ്റ്റ് 1.5 years. അപ്പോൾ അടുത്ത 1.5 വർഷത്തിനിടയ്ക്ക് ഞാനൊരു സ്ട്രാറ്റജിയാണ് അടുത്ത് കണ്ടെത്തേണ്ടത്, നമുക്കൊരു ബോധം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാൾ നമ്മൾ എന്തൊരു ബിസിനസ്സിനെയും കാണുന്ന പോലെ, എൻ്റെ ഒരു ചെറിയ ബിസിനസ്, എൻ്റെ ഒരു ഹോട്ടൽ ബിസിനസ് വളരെ സക്സസ്ഫുള്ളായി റൺ ചെയ്യുന്നു, നന്നായി പോകുന്നു. എൻ്റെ ചെറിയൊരു 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയ ഹോട്ടലാണ്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. എനിക്ക് മാസം ഒരു 30,000 രൂപ ഹോട്ടലിൽ വരുമാനം വരുന്നുണ്ട് എങ്കിൽ ഞാൻ ഉടനെ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഈ 10 പേര് ഇരിക്കാൻ പറ്റുന്നത് 20 പേരെ ആക്കും, അതല്ലെങ്കിൽ അത്ര ഒരു ഹോട്ടൽ മാറി എവിടെയെങ്കിലും തുടങ്ങി നോക്കും. ദ സെയിം തിങ് വിത്ത് ട്രേഡിംഗ്. ഇഫ് തിങ്സ് ആർ വർക്കിംഗ് ഔട്ട്, ട്രൈ ടു ബിൽഡ് അനദർ സ്ട്രാറ്റജി വിച്ച് ഇസ് ബ്രിങ്ങിങ് ഇൻ സംതിങ്. ഇതേ ഒരു ഇൻകം വരുന്ന ഒരു സ്ട്രാറ്റജി കൂടി ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാം. മേ ബി 1 ലക്ഷം എന്നുള്ളത് 5 ലക്ഷം ആക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ശ്രമിക്കുക. നിങ്ങൾക്ക് 1000 രൂപയാണ് വരുന്നെങ്കിൽ 5000 രൂപ വരും വിത്ത് ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ. അപ്പം ഇത്തരം ഒരു ആശയത്തിലായിരിക്കും സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു ആശയം ഇരിക്കുന്നത്. നമ്മളൊരു 10,000 രൂപ അല്ല 50,000 രൂപയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് അത് കോടികളാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെ വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കില്ല. യു ഹാവ് ടു പുട്ട് ഇൻ ഫ്രഷ് ക്യാപിറ്റൽ ഇൻ ടു ദി മാർക്കറ്റ് ടു ഗ്രോ ഇൻ ടേംസ് ഓഫ് എമൗണ്ട്. അപ്പോൾ അതിന് ദാറ്റ് ഈസ് ലൈക്ക് how many people working for you എന്ന് പറയുന്ന പോലെ how much money is working for you. Exactly, perfect, exactly. അതെ, അത്തരത്തിൽ. അപ്പോൾ അതിൻ്റെ സ്കെയിൽ 2 രീതിയിൽ പറഞ്ഞ പോലെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, ഒരു സ്ട്രാറ്റജി കൂടി ബിൽഡ് ചെയ്യാം. അപ്പോൾ ആ സ്ട്രാറ്റജി ഒരു പക്ഷേ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്തിട്ട് ആ ഫസ്റ്റ് സ്ട്രാറ്റജി മേ ബി ഗിവിങ് യു കൈൻഡ് ഓഫ് 1% or 2% ഒരു മന്ത് തരുന്നെങ്കിൽ ദി അതർ സ്ട്രാറ്റജി ലെറ്റ്സ് ഇസ് ഗിവിങ് അനദർ 1%. അപ്പോൾ 3% 1 മന്തായി. അപ്പോൾ 1 ലക്ഷം രൂപയിൽ നിന്ന് 1000 കിട്ടുന്ന ആൾക്ക് 3000 കിട്ടാൻ തുടങ്ങി. ഇനി അതല്ല, അയാൾക്ക് സെയിം ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറ്റില്ല, മീൻസ് പുതിയ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ ഉള്ള ടൈം, അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കൺസേൺ. വാട്ട് ഐ വുഡ് പ്രിഫർ ഇസ് ഡു ബോത്ത്. ഇഫ് യു ഹാവ് ദാറ്റ് കാലിബർ, you should be doing both. You should try out figuring out another strategy. അതുപോലെ തന്നെ 1 ലക്ഷം എന്നുള്ളത് 2 ലക്ഷം ആക്കാൻ ശ്രമിക്കുക. ആൻഡ് ട്രേഡിങ്ങിൽ നമ്മൾ ജനറലി പറയുന്ന ഒരു സംഭവം, വിത്ത് ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ യുവർ ഓഡ്സ് ഓഫ് വിന്നിങ് ബിക്കം ഹയർ. വലിയ ക്യാപിറ്റൽ ആൾക്കാർക്ക് മാർക്കറ്റിൽ വിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും കുറച്ചുകൂടി. അപ്പം ആ ഒരു ഇൻപുട്ട് കൂടി നമുക്ക് ഇതിൽ കിട്ടും. അങ്ങനെ ആയിരിക്കും ഒരാൾ സ്കെയിൽ ചെയ്യേണ്ടത്. പക്ഷേ പഠിക്കുക എന്ന് പറയുന്നത്, ആസ് യു സെഡ്, 1 ലക്ഷം രൂപ ആയിരിക്കാം ദി എൻറ്റയർ പ്രോസസ് യു മൈറ്റ് നീഡ്. നമുക്കത് പഠിക്കാം. മേ ബി നെക്സ്റ്റ് 2-3 months 8 months 1 year 2 year ഡിപ്പെൻസ് അപ്പോൺ എ പേഴ്സൺ. അയാളത് ഫിഗർ ഔട്ട് ചെയ്യുന്നു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് കിട്ടിയെന്ന് മനസ്സിലായാൽ യു ക്യാൻ ഈസിലി സ്കെയിൽ. യെസ്. സോ അതിലേക്ക് എത്തലാണ് ശരിക്കും ഒരാൾ ഫോക്കസ് ചെയ്യേണ്ടത്. എക്സാക്ട്ലി, എഡ്ജ് ഇൻ ട്രേഡിംഗ് എന്ന് പറയും. പലരും സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൽ സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ചെയ്യുന്നവരും കുത്തിയിരുന്നിട്ട് ഇതിൽ അതല്ല, ലൈക്ക് ദേ ആർ ആക്ച്വലി ബിൽഡിങ് എ ന്യൂ ഇൻകം സ്ട്രീം ഫോർ ദം ബൈ ജസ്റ്റ് പുട്ടിങ് എ ലിറ്റിൽ മണി ഇൻസ്റ്റെഡ് ഓഫ് പുട്ടിങ് ദ എഫേർട്ട് ആൻഡ് സ്കിൽ ഓർ ദ ടൈം എന്നുള്ളൊരു ബൾബ് കത്തുമ്പോഴേ ശരിക്കും ഈ ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ പണിയെടുക്കാൻ ഇനി പറ്റില്ലല്ലോ. കാരണം എപ്പോഴേ പണി പോവാന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ആക്ച്വലി സ്പീക്കിംഗ് ദ ട്രേഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, കമ്പനീസ് വിൽ കം. അത് ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ജോലി എടുത്ത് കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത്, ജോലി എത്ര കാലം ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ജോലി എടുക്കാതെ കാശുണ്ടാക്കാൻ പറ്റുന്ന മേഖലകളിലേക്ക് ലിവറേജ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ചെയ്യണം. ദാറ്റ് ഈസ് വൈ വി ആർ ഡൂയിങ് ദിസ് പോഡ്കാസ്റ്റ് നൗ. ആക്ച്വലി വി വാണ്ട് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ആക്ച്വലി സ്റ്റോക്ക് ആൻഡ് വാട്ട് ഈസ് ട്രേഡിംഗ്. നൗ ഞാൻ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ $1,000,000 dots വഴിയാണ് ഒരാൾ അവരുടെ ട്രേഡിംഗ് കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇൻ കേസ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഓർ എൻ വർക്കിംഗ് പ്രൊഫഷണൽ, ഹൗ ദാറ്റ് വിൽ ബി? എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്? ഹൗ ദേ ക്യാൻ അപ്രോച്ച് യു? എന്തായിരിക്കും നിങ്ങളുടെ കണ്ടീഷൻസ് ഓഫ് ടേക്കിംഗ് എ സ്റ്റുഡൻറ്റ്? അത് ഓൺലൈൻ ആണോ, ഓഫ്ലൈൻ ആണോ, പാർട്ട് ടൈം ആണോ, ഫുൾ ടൈം ആണോ? നമ്മുടെ പ്രോഗ്രാംസ്
എല്ലാം തന്നെ പാർട്ട് ടൈം ആയിട്ട്, അതായത് മറ്റൊരു ജോലിയോ പഠനമോ ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് എൻറ്റയർലി ഓൺലൈൻ പ്രോഗ്രാമാണ്. ഓക്കെ. ആൻഡ് ബട്ട് യു വിൽ ഹാവ് എൻ ഇൻഡിവിജ്വൽ സപ്പോർട്ട്, അതിനുള്ള കമ്മ്യൂണിറ്റി സ്പേസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കും. അക്സെപ്റ്റൻസ് റേറ്റ് നമുക്ക് കുറവാണ്. അതായത് ആക്ച്വലി നമ്മൾ ആവശ്യപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ളൂ. നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഇൻറ്റൻഷൻ കറക്റ്റ് ആവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞങ്ങൾക്കൊരു കൗൺസിലർ ടീമുണ്ട്. ഈ കൗൺസിലർ ടീമിലേക്കായിരിക്കാം $1,000,000 ഡോളേഴ്സിലൂടെ ട്രേഡിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ വരുന്നുണ്ടാവുക. വി ഹാവ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമുക്കൊരു മാർക്കുണ്ട്. കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്, ട്രേഡ് ചെയ്ത് എന്ത് പൈസ ഉണ്ടാക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇത്തരത്തിലെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. How many questions are there? Probably 10-12 questions. അപ്പോൾ ഇതിന് സ്കോറിംഗ് ഉണ്ട്. ആൻഡ് ഇഫ് സാറ്റിസ്ഫൈഡ് he'll have the access to the program. എന്നിട്ട് പ്രോഗ്രാം എടുക്കണോ വേണ്ടോ എന്നുള്ളത് അപ് ടു ദാറ്റ് പേഴ്സൺ. ആ പേഴ്സണിന് ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ആ വ്യക്തിക്കും ഇതിൽ മ്യൂച്വലി യൂസ്ഫുൾ ആയിരിക്കണം. അതുപോലെ $1,000,000 ഡോളേഴ്സിനും എന്തായിരിക്കണം, വി മൈറ്റ് ഒരു അസറ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിനെ ആയിരിക്കണം $1,000,000 ഡോളേഴ്സിനും എടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ദിസ് കൗൺസിലർ എൻഡിലൊരു കൗൺസിലിംഗ് പ്രോസസ്സ് നമുക്ക് ഉണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇഫ് ഒരു വ്യക്തിക്ക് $1,000,000 ഡോളേഴ്സിലൊരു സ്റ്റുഡൻറ്റ് ആവണമെന്നുണ്ടെന്നാണെങ്കിൽ വി മൈറ്റ് ഹാവ് എ കോൺടാക്ട് നമ്പർ ഓൾസോ. അതിലേക്ക് നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ കൗൺസിലർ വിൽ കോൺടാക്ട് യു. യുൽ ഹാവ് എ 10-15 മിനിറ്റ് കോൺവെർസേഷൻ. ഈ കോൺവെർസേഷൻ്റെ എൻഡിൽ ഈ കൗൺസിലർ പറയും യു ക്യാൻ ആക്ച്വലി ഗോ വിത്ത് ദ പ്രോഗ്രാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ പറയും, ഫോർ എക്സാമ്പിൾ പറയും, നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രോബ്ലം ഉണ്ടായേക്കാം, അതുകൊണ്ട് യു മൈറ്റ് ഗോ ഫോർ ഇൻവെസ്റ്റിംഗ്. ജനറലി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നതായിരിക്കും നമ്മൾ പിന്നെ സജസ്റ്റ് ചെയ്യുക. കാരണം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യേണ്ടതാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും എല്ലാവർക്കും പറ്റിയൊരു പണിയല്ല. തീർച്ചയായിട്ടും ട്രേഡിംഗ് ഇസ് വെരി വെരി സെലക്റ്റീവ്. ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, അത് ശ്രമിച്ചാലും ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഒരുപാട് ആശയങ്ങൾ അതിലുണ്ടാവും. പക്ഷേ ഇൻവെസ്റ്റിംഗ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരാൾ 100 രൂപയെങ്കിലും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ ഒരു പങ്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം ഫോർ ഹിസ് ഫ്യൂച്ചർ ആൻഡ് ബെറ്റർമെൻറ്റ്. അപ്പം നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഒരാൾക്ക് മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി പറഞ്ഞ പോലെ ഒരു കോൺടാക്ട് നമ്പറിലേക്ക് വരികയും ആ കോൺടാക്ട് നമ്പറിൽ ക്വസ്റ്റ്യനെയർ നമ്മുടെ കൗൺസിലറിൻ്റെ നിന്ന് ഒരു ക്വസ്റ്റ്യനെയർ അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ അയാൾക്ക് ഇഫ് കംഫർട്ടബിൾ, അയാൾക്കും ഈ ഒരു പ്രോഗ്രാമോട് വാല്യൂ ഉണ്ടെന്ന് ഫീൽ ചെയ്യുകയും നമ്മളെൻ്റെലും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയർ മൂവ് ചെയ്യും, നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മന്ത്ലിയാണ് ജനറലി നമുക്ക് ബാച്ചസ് വരുന്നത്. ഓക്കെ. സോ ഏതൊക്കെ ലാംഗ്വേജിലാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. നമുക്ക് ജനറലി സ്റ്റുഡൻസ് കൂടുതലും വരുന്നത് സൗത്ത് ഇന്ത്യൻ സ്പേസിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സൗത്ത് ഇന്ത്യൻ സ്പേസിലാണ്. നമുക്ക് ബാംഗ്ലൂർ, ഹൈദരാബാദ് നമ്മുടെ കോർ സ്പേസ് ആയിട്ട് വരുന്നത്. കേരളത്തിൽ നിന്ന് കുട്ടികളുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലാണ് മെയിൻലി കോഴ്സ്. അതെ. പക്ഷേ എങ്കിലും മലയാളത്തിൽ അവൈലബിൾ ആണ്. ഓക്കെ. ഇനി സ്റ്റോക്ക് ട്രേഡിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ഫ്രഷറായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും നല്ലൊരു ഉപദേശം? സ്റ്റോക്ക് ട്രേഡിങ്ങിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് ഞാൻ കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് 2 തവണ ആലോചിച്ചിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക. ബിക്കോസ് ട്രേഡിംഗ് എന്ന് പറയുന്നൊരു സംഭവം, നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരാനുണ്ടാവുന്ന കാരണം 99% നമ്മൾ കണ്ടിട്ടുള്ള ഗ്ലാമറസ് പിക്ചർ ആയിരിക്കാം. ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു, ഞാൻ അങ്ങനെ പോകുന്നു, ഇങ്ങനെ. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ വിത്ത് ട്രേഡിംഗ്. ട്രേഡിംഗ് ഇസ് എ ലോൺലി ഗെയിം. ട്രേഡിംഗ് ഇസ് നമുക്ക് മെൻ്റൽ യൂഫോറിയ പരിപാടിയാണ്. ഇറ്റ്സ് എ റോളർ കോസ്റ്റർ ഗെയിം. അതായത് വൺ ഡേ യുൽ ബി ഇൻ പ്രോഫിറ്റ്സ്, ദി അതർ ഡേ യുൽ ബി ഇൻ ലോസ്. ഒരു ഓൺട്രപ്രനിയർ ആക്ടിവിറ്റിയെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ട്രേഡിംഗ് പോലുള്ളൊരു കരിയർ ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതൊരു അഡ്വൈസ് ആയിരിക്കാം. ഒരു കാര്യം കൂടി പറയാം, ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് തുടങ്ങും, ഇൻവെസ്റ്റിംഗ് അല്ല, ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നഷ്ടപ്പെടാൻ പറ്റുന്ന തുക മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് തുടങ്ങാം. ഒരു 100 രൂപയോ 500 രൂപയോ 1000 രൂപയോ വെച്ച് തുടങ്ങുക. ഒരിക്കലും ലക്ഷങ്ങളോ 10,000-ങ്ങളോ ലക്ഷങ്ങളോ ഇട്ടിട്ട് തുടങ്ങരുത്. തീർച്ചയായിട്ടും ചെറിയ എമൗണ്ട് കൊണ്ട് തുടങ്ങി ടെസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം അത് സ്കെയിൽ ചെയ്യാനായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് അഡ്വൈസും കൂടെ ആഡ് ചെയ്യാമോ? ഞാൻ എന്തുകൊണ്ട് നെഗറ്റീവ് അഡ്വൈസ് മാത്രം പറയുന്നത് വെച്ചാൽ, ട്രേഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, കാരണം എല്ലാവർക്കും പൈസ വേണം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ മണി ഷുഡ് നോട്ട് ബി ദി ഓൺലി ഫാക്ടർ ഫോർ യു ടു ചൂസ് ട്രേഡിംഗ് എന്നുള്ളതുണ്ട്. ഒരു പോസിറ്റീവ് അഡ്വൈസ് എന്ന് പറയുന്നത്, ട്രേഡിംഗ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്രൊഫഷൻ. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഓട്ടോമേഷനും മറ്റ് ഫീച്ചേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ഡസൻ ടൈസ് യു അപ്പ് ടു എനിത്തിങ്. യു ക്യാൻ ആക്ച്വലി ഗോ ഫോർ സംതിങ് റിയൽ ഗുഡ് തിങ്സ്. നമുക്ക് നന്നായി എക്സ്പ്ലോർ ചെയ്യാനും നല്ല രീതിയിൽ കാര്യങ്ങളെ മൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഓപ്ഷൻസ്. യു ഗെറ്റ് ടൈമാണ് ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള കമ്മോഡിറ്റി നമ്മുടെ ലൈഫിലെ. ആ ടൈം നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും എന്നുള്ളതൊരു ഫാക്റ്റ് തന്നെയാണ്. പക്ഷേ ടു റീച്ച് ദാറ്റ് പോയിന്റ് യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്. പക്ഷേ
ഇറ്റ്സ് ആൻ അമേസിങ് പ്രൊഫഷൻ. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു അമേസിങ് പ്രൊഫഷനിലാണ്. ബേസിക്കലി മൾട്ടിപ്പിൾ ക്യാപിറ്റൽസ്, മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ്, മൾട്ടിപ്പിൾ ഓട്ടോമേഷൻസ് നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കണം. നമ്മളുടെ പണി എന്ന് പറയുന്നത് നമ്മൾ പാനൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, റിവ്യൂ ചെയ്യുന്നു, നമ്മുടെ സ്ട്രാറ്റജീസ് വർക്കിംഗ് ഗുഡ് ഓർ ബാഡ്. യെസ്, എക്സാക്ട്ലി. ആൻഡ് ലുക്ക് ഫോർ ന്യൂ സ്ട്രാറ്റജീസ്, obviously, and we can even extend that service to other people. Sure. So that's additional income. Right. So anything else you want to share with us? ഹലോ, ഞാൻ പറഞ്ഞ പോലെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ എപ്പോഴും റൈറ്റ് ഇൻറ്റൻഷനിൽ വരിക, വളരെ കൺട്രോൾഡ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അതേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ഒരു ബിസിനസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ദ റേറ്റ് ഓഫ് ഫെയിലിയർ ഇസ് വെരി ഹൈ. സോ ആ ഒരു തോൽക്കാനും ഞാൻ റെഡിയാണ്, തോറ്റാലും ബിസിനസ്സാണ് തോൽക്കുന്നത്, ഞാനല്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ യു ക്യാൻ പ്രോബ്ലി ചൂസ് ട്രേഡിംഗ് ആസ് എ കരിയർ. പക്ഷെ ഇത് പാസീവായിട്ട് നോക്കുകയാണെങ്കിൽ യു ഡോണ്ട് മൈൻഡ്, അത് സ്ട്രോങ് ആയിട്ട് ചെയ്യാനുള്ളൊരു കുറച്ച് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ യു ക്യാൻ ഡു ഇറ്റ്. So thank you, Kens, for accepting our invitation for Growth Talks. Pleasure, and it was nice having you. Yeah. Because I think ഈ ഒരു പോഡ്കാസ്റ്റ് ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ആ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫേം ഡിസിഷൻ എന്ന് പറഞ്ഞ പോലെ ആ ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്രേറ്റ് ടു ഹാവ് യു വൺസ് അഗൈൻ ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ മില്യൺ ഡോട്ട്സ് ആസ് വെൽ. ഉയരങ്ങൾ പറക്കട്ടെ. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് ഫിനാൻഷ്യൽ ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കട്ടെ. സോ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് കെൻസ് ആണ്, ദി ഫൗണ്ടർ ആൻഡ് CEO ഓഫ് മില്യൺ ഡോട്ട്സ്. നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ചത് സ്റ്റോക്ക് എന്താണ്, ട്രേഡിംഗ് എന്താണ്, ഹൗ ടു അപ്രോച്ച് ഇറ്റ് ആൻഡ് അതിൻ്റെ കരിയർ ഓപ്ഷൻ എന്താണ്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്തായിരിക്കും ഇതിൻ്റെ ജേണി, റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്, കാൽക്കുലേറ്റഡ് റിസ്ക് എന്താണ്, ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലുള്ള ഒരുപാട് പോഡ്കാസ്റ്റുകൾ ഈ ഒരു ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് യു ഹാവ് ഗോട്ട് സം ഇൻഫർമേഷൻ, ദൈവം ആരിൽ കൂടിയോ നിങ്ങളിലേക്ക് എന്തോ പറയുന്നു, അതാണ് നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ. നൗ ദ റിയൽ ലക്ക് ഈസ് ദാറ്റ് ഹാവിങ് ദ വിസ്ഡം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് ഫോർ യു ഓർ നോട്ട്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ടേക്ക് ആക്ഷൻ, അതർവൈസ് ദ ഇൻഫർമേഷൻ ഈസ് ഓഫ് നോ യൂസ്. ടേക്ക് ആക്ഷൻ. ഞാൻ കെൻസിൻ്റെയും ടീമിൻ്റെയും നമ്പർ ഈ വീഡിയോന് താഴെ കൊടുത്തിട്ടുണ്ട്. ട്രൈ ഇറ്റ് ഔട്ട്. ആസ് നമ്മൾ കാൽക്കുലേറ്റർ റിസ്കിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് ദാറ്റ് ഈസ് ദ മാക്സിമം യു ഹാവ് ടു അലോക്കേറ്റ് ഫോർ ഇറ്റ്. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എല്ലാം ഗ്രോത്ത് ആണ്. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഗ്രോത്ത് ആസ് വെൽ ആൻഡ് ഫോർ അവർ ഗ്രോത്ത്. സപ്പോർട്ട് us. Let's have more beautiful podcast for you and take care till the next podcast. Bye bye.